സ്ത്രീകൾക്ക് നൽകിയ മഹത്വങ്ങൾ ഒരുപാടാണ്. വിശദീകരിച്ചാലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹു തആല സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു മഹത്വം ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ ദീൻ നൽകുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്ത് പാലിച്ച ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ ജീവിക്കുക എന്നതാണ് സ്ത്രീകളുടെ ധർമ്മം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال ربي لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. الله رب سبحانه وتعالى പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വമൻ അറള അൻ ദിക്രി, അല്ലാഹുവിനെ മറന്നു ജീവിക്കുന്ന ആളുകൾ, ഫഇന്ന ലഹു മഈശതൻ ലൻകാ, അവർക്ക് പ്രയാസമേറിയ ജീവിതമാണ് അവർ അനുഭവിക്കാൻ പോകുന്നത്. അല്ലാഹുവിനെ മറന്നു ജീവിക്കുന്ന ആളുകൾ, പരിശുദ്ധമായ ദീനിനെ അവഗണിച്ചു കളയുന്ന ആളുകൾ, ഫഇന്ന ലഹു മഈശതൻ ലൻകാ, പ്രയാസമേറിയ വളരെ പ്രാരാബ്ധങ്ങൾ നിറഞ്ഞ ജീവിതമാണ് അല്ലാഹു അവർക്ക് നൽകാൻ പോകുന്നത്. ഒരു ഫാൻ എനിക്ക് തിരിച്ചു തരോ? വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, ഈ ആളുകളെ അല്ലാഹു തആല അന്ധന്മാരായിട്ടാണ് നാളെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുന്നത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, അന്ധന്മാരായി കണ്ണ് കാണാത്ത പൊട്ടന്മാരായിട്ടാണ് അല്ലാഹു തആല ഇവരെ നാളെ മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് ഇവർ ചോദിക്കുന്നത്, ഖാല റബ്ബി ബിമ ഹശറതനി ലിമ ഹശറതനി അഅമാ, അല്ലാഹുവേ എന്തിനാണ് എന്നെ അന്ധനായി, എന്തിനാണ് എന്നെ കണ്ണുപൊട്ടന്മാരാക്കി നീ പുനർജീവിപ്പിച്ചത് എന്ന് ഇവർ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. വഖദ് കുൻതു ബസീറാ, ഞാൻ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് കണ്ണ് കാണുന്ന ആളായിരുന്നല്ലോ, എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് എന്നെ കണ്ണ് പൊട്ടന്മാരാക്കി നീ ആഖിറത്തിലേക്ക് പുനർജീവിപ്പിച്ചത് എന്ന് അല്ലാഹു ചോദിക്കുമ്പോ അല്ലാഹു പറയാണ്, ഖാല കദാലിക അതത്ക ആയാതുനാ, നിങ്ങളിലേക്ക് എന്റെ ദൃഷ്ടാന്തങ്ങൾ കടന്നു വന്നപ്പോ ഫനസീതഹാ, ആ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ മറന്നു കളഞ്ഞല്ലോ. വകദാലികൽ യൗമ തുൻസാ, അതുകൊണ്ട് നിങ്ങളും ഇന്ന് നിങ്ങളെ ഞാൻ മറക്കുകയാണെന്ന് അല്ലാഹു നാളെ ഞങ്ങളോട് മറുപടി പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹുവിനെ മറന്നു ജീവിക്കുന്ന ആളുകൾ, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറാവാത്ത ആളുകൾ, പരിശുദ്ധമായ ഖുർആനിൽ നിന്നും ദീനിൽ നിന്നും അകന്നു ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ദുനിയാവിന്റെ ജീവിതം തന്നെ സന്തോഷമുള്ള ജീവിതമല്ല. അവർക്ക് ദുനിയാവിൽ അല്ലാഹു സംതൃപ്തി നൽകുകയില്ല. ഫഇന്ന ലഹു മഈശതൻ ലൻകാ, ദുനിയാവിൽ പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതമായിരിക്കും അവർക്കുള്ളത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, ഇവിടെ കണ്ണുള്ള ആളുകളെ അല്ലാഹു തആല നാളെ അന്ധന്മാരാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് മഹ്ശറയിലേക്ക്. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, എന്തിനാണ് റബ്ബേ എന്നെ അന്ധനാക്കിയത്, എനിക്ക് ദുനിയാവിൽ കണ്ണുണ്ടായിട്ടുണ്ടല്ലോ. വഖദ് കുൻതു ബസീറാ, ദുനിയാവിൽ കണ്ണുള്ള എന്നെ എന്തിനാണ് കണ്ണ് പൊട്ടനാക്കി മാറ്റിയത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹു പറയുന്ന മറുപടി, കദാലിക അതത്ക ആയാതുനാ, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? പരിശുദ്ധമായ ദീൻ പഠിക്കാനും ദീൻ മനസ്സിലാക്കാനും നിങ്ങൾക്ക് അവസരമുണ്ടായിട്ട് നിങ്ങളത് പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ഫനസീതഹാ, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ മറന്നല്ലോ. വകദാലികൽ യൗമ തുൻസാ, അതുപോലെ ഇന്ന് ഞാൻ നിങ്ങളെയും മറക്കുകയാണ്. അപ്പോ ഇവിടെ അല്ലാഹുവിനെ മറന്നതുകൊണ്ട് അല്ലാഹു നാളെ മറക്കുകയാണ്. അല്ലാഹുവിനെ മനസ്സിലാക്കുകയും അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവാത്തത് കാരണം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും നമ്മൾക്ക് സന്തോഷം നൽകൂല എന്നാണ്. പരിശുദ്ധമായ ഖുർആൻ ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ 3 കച്ചവടം അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. 3 കച്ചവടങ്ങളെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ആ കച്ചവടം ഒരിക്കലും നഷ്ടമുണ്ടാവില്ല. ദുനിയാവിൽ കച്ചവടങ്ങൾ ഒരുപാട് ചെയ്യാനും ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്താനും വേണ്ടി ആളുകൾ ശ്രമിക്കുമ്പോൾ ദുനിയാവിൽ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, വരുമാനത്തിന് വേണ്ടി ആളുകൾ അധ്വാനിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത വലിയ ക്യാപിറ്റൽ മൂലധനം മുടക്കാത്തൊരു ബിസിനസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 3 കാര്യം നിങ്ങൾ ചെയ്താൽ മതി, അത് നഷ്ടമില്ലാത്ത കച്ചവടമാണ്. ഏതൊക്കെയാണത്? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന ആളുകൾ, വഅഖാമുസ്സലാത്ത്, നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ആളുകൾ, യർജൂന തിജാറതൻ ലൻ തബൂർ, അവർക്ക് അല്ലാഹു നഷ്ടമില്ലാത്ത കച്ചവടമാണ് കൊടുക്കുന്നത്. അവരുടെ ബിസിനസ് ലാഭമാണ്, അവരുടെ കച്ചവടത്തിൽ അവർക്ക് ലാഭമേ ലഭിക്കുകയുള്ളൂ എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. എന്റെ സഹോദരികളെ, നിങ്ങൾ കേൾക്കേണ്ട വിഷയം, നിങ്ങളാണ് വീടിന്റെ ഭരണാധികാരികൾ. കുല്ലുക്കും റാഇൻ, എല്ലാവരും ഭരണാധികാരികളാണ്. ആർക്കും ഒഴിഞ്ഞുകൂടാൻ, ആർക്കും ഒഴിഞ്ഞു പോകാൻ പറ്റൂല. അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതി, എല്ലാവരോടും അല്ലാഹു തആല അവന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദിക്കുമെന്നല്ല പറഞ്ഞത്. വറജുലു റാഇൻ ഫീ ബൈതിഹി, ഉപ്പയാണ് വീടിന്റെ ഭരണാധികാരി. ഉപ്പ മരിച്ചു പോയാൽ, അല്ലെങ്കിൽ ഉപ്പ ഗൾഫിലാണ്, നാട്ടിൽ തന്നെയാണ്, വൈകുന്നേരം രാത്രി 9 മണിയാകുന്നുണ്ട് വീട്ടിലേക്ക് വരാൻ. രാവിലെ 9 മണിക്ക് ജോലിക്ക് പോയ ഉപ്പ വൈകുന്നേരം രാത്രിയായി 9 മണിയാകുന്നുണ്ട് വരാൻ വീട്ടിലുണ്ടാവാറില്ല. ആ സമയത്ത് ആരാണ് വീടിനെ ഭരിക്കേണ്ടത്? തന്റെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരി ഉമ്മയാണ്. ഭർത്താവില്ലാത്ത സമയങ്ങളിൽ, ഭർത്താവ് പുറത്തുള്ള സമയങ്ങളിൽ, ഭർത്താവ് ഗൾഫിലുള്ള സമയങ്ങളിൽ ആ വീടിന്റെ ഭരണാധികാരി ഉമ്മയാണ്. ആ വീടിന്റെ കാര്യങ്ങൾ അല്ലാഹു ചോദിക്കുന്നത് ഉമ്മയോടാണ്. ഉപ്പയില്ലാത്ത സമയങ്ങളിൽ മക്കൾ ചെയ്തു കൂട്ടുന്ന ആഭാസങ്ങൾ, മക്കൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ അല്ലാഹു തആല ചോദിക്കുന്നത് ഉമ്മമാരോടാണ്. മക്കൾ സിനിമ കണ്ടാലും, സീരിയൽ കണ്ടാലും, നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാലും, ഹറാമ് ചെയ്താലും അല്ലാഹു ചോദിക്കുന്നത് ഉമ്മമാരോടാണ്. പ്രായപൂർത്തിയാവാത്ത മക്കളാണെങ്കിൽ മക്കളോട് ചോദ്യമില്ല. പ്രായപൂർത്തിയെത്തിയ മക്കളാണെങ്കിൽ മക്കളോടുമുണ്ട് ചോദ്യം, ഉമ്മമാരോടുമുണ്ട് ചോദ്യം. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ നന്നാക്കേണ്ടതും ദീനിയായ മേഖലയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നിങ്ങളുടെ ബാധ്യതയാണ്. എന്താണ് മക്കളെ പഠിപ്പിക്കേണ്ടത്? അദ്ദിബൂ ഔലാദകും അലാ സലാസത്തി ഖിസാൽ, 3 കാര്യം അല്ലാഹു പറഞ്ഞല്ലോ. 3 കാര്യം മക്കളെ പഠിപ്പിക്കണമെന്ന്. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം, തങ്ങളുടെ കുടുംബക്കാരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം, അഹ്ലു ബൈത്തിനെ. അതുപോലെ പരിശുദ്ധമായ ഖുർആൻ ഓതാനും പഠിപ്പിക്കണമെന്ന് അല്ലാഹു നമ്മോട് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരിമാരും സഹോദരന്മാരും, അല്ലാഹു പറഞ്ഞ ഈ 3 കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാ. അല്ലാഹു പറഞ്ഞ നഷ്ടമില്ലാത്ത കച്ചവടം, ദുനിയാവിലും ഇതുകൊണ്ട് നേട്ടമാണ്, ആഖിറത്തിലും ഇതുകൊണ്ട് നേട്ടമാണ്. 1, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു നൽകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഖുർആൻ ഓതുന്ന ആളുകളെ എങ്ങനെയാണ് അല്ലാഹു സംരക്ഷിക്കുന്നത്? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ, ഖുർആൻ ഓതുന്ന ആളുകൾക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാന്മാരായ സഹാബാക്കൾ, താബീഈങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, മനുഷ്യന്റെ മാനസികമായ അസുഖങ്ങൾക്ക് ശിഫ ലഭിക്കാൻ, മനുഷ്യന്റെ മാനസികമായ രോഗങ്ങൾക്ക് ശിഫ ലഭിക്കാൻ 5 കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോ അതിലൊന്നാമത് പറഞ്ഞത് ഖുറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുർ, അർത്ഥമാലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതണം. വെറുതെ ഓതിയിട്ട് കാര്യമില്ല. വെറുതെ ഇങ്ങനെ ഓതിയിട്ട് എന്താ കാര്യം? അർത്ഥമാലോചിച്ചിട്ട് ഓതേണ്ടേ. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് അർത്ഥം നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ. പഠിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയല്ലേ, എന്തേ പഠിക്കാത്തത്? ഖുർആൻ ക്ലാസ്സുകൾ ഇവിടെ ഇല്ലാഞ്ഞിട്ടാണോ? ഖുർആൻ ക്ലാസ് ഇല്ലാഞ്ഞിട്ടൊന്നല്ലല്ലോ. ഖുർആൻ ക്ലാസ് ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല. ഓപ്പറേറ്റർ ഇതൊന്ന് ശ്രദ്ധിക്കും, ഒന്നിച്ച്
ഖുർആൻ ക്ലാസ് ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല, പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. യൂട്യൂബിൽ ചെന്നാൽ ഏത് സൂറത്തുകളാണ് നമ്മൾക്ക് പഠിക്കേണ്ടത്, ആ സൂറത്ത് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള ഒരു അവസരം പോലും നമ്മൾക്കില്ല. എങ്ങനെയാണ് നമ്മൾ ഈ കാലത്ത് ഒഴിഞ്ഞു മാറുന്നത്? ഒഴിഞ്ഞു മാറാൻ പറ്റൂല. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ അതിന്റെ അർത്ഥം ആലോചിച്ച് ഓതാനാണല്ല പറഞ്ഞത്. വളരെ ഭംഗിയായിട്ടാണ് ഖുർആൻ ഓതാൻ പറഞ്ഞത്. തജ്വീദിന്റെ നിയമപ്രകാരമാണ് അല്ലാഹു ഓതാൻ പറഞ്ഞത്. ആരാണ് തജ്വീദിന്റെ നിയമം അനുസരിക്കുന്നത്? ആരാണ് തജ്വീദിന്റെ നിയമപ്രകാരം ഓതുന്നത്? തമാശയല്ല, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന അമ്മാ ലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഖുർആനിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന് ഒരുപാട് തവണ അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഖുർആൻ വെറുതെ ഓതിവിടാനുള്ളതല്ല. അതിന്റെ അർത്ഥങ്ങളിലേക്ക് ഇറങ്ങണം, അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങണം, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറയാനുള്ള അവസരമില്ല. പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. എന്തേ നമ്മൾ പഠിക്കാത്തത്? അതിന്റെ സദസ്സുകളില്ലാഞ്ഞിട്ടല്ലോ, ഖുർആൻ ക്ലാസുകൾ ഇല്ലാഞ്ഞിട്ടല്ലോ, അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ലോ. ജലദോഷം പിടിച്ചതുകൊണ്ട് ശരിയാക്കി. ഖുർആൻ കേൾക്കാനുള്ള, ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾക്ക് ഇല്ലാഞ്ഞിട്ടല്ല. പിന്നെ എന്തേ നമ്മൾ പഠിക്കാത്തത്? അതിനോട് താല്പര്യമില്ല. ഖുർആൻ ഓതുന്ന ആളുകൾക്ക് നഷ്ടമില്ലാത്ത കച്ചവടമാണെന്ന് അല്ലാഹു പറഞ്ഞത്. ദുനിയാവിലും ആഖിറത്തിലും ഈ ഖുർആൻ കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ദുനിയാവിലും ആഖിറത്തിലും ഈ ഖുർആൻ കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അതാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. നാളെ മഹ്ശറിലെത്തുമ്പോ അല്ലാഹു തആല ചില ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാൻ, ശുപാർശ ചെയ്യാൻ അല്ലാഹു അവസരം നൽകുന്നുണ്ട്. മാതാപിതാക്കളെ രക്ഷിക്കാൻ മക്കൾക്ക് അല്ലാഹു അവസരം നൽകുന്നുണ്ട്. മക്കളെ രക്ഷിക്കാൻ മാതാപിതാക്കൾക്കുണ്ട്. ഹാഫിളീങ്ങളായ ആളുകൾക്ക് ഒരുപാട് ആളുകളെ സംരക്ഷിക്കാനുള്ള അവസരമുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്കുണ്ട്, പ്രവാചകന്മാർക്കുണ്ട്. സൗണ്ട് ഒന്ന് ഷാർപ്പ് ചെയ്തിട്ട് ഒരു 3 സ്റ്റെപ്പ് ഡിലേ ഇട്ടിട്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള അവസരമുണ്ട്, ശഫാഅത്ത് ചെയ്യാനുള്ള അവസരമുണ്ട്. ഖുർആനിനുണ്ട്, റമളാനിനുണ്ട്. അല്ലാഹു ഓരോ ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാൻ അല്ലാഹു അവസരം നൽകുന്നുണ്ട്. അവർക്ക് ഏത് സമയത്താണ് രക്ഷപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കണം. ഏത് സമയത്താണ് അവരൊക്കെ മനുഷ്യന്മാരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് ഇവിടൊന്ന് വെക്കായിരുന്നില്ലേ മോണിറ്റർ? അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ അപ്പുറത്ത് നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം. സിറാത്ത് പാലത്തിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യാണ്. സിറാത്ത് പാലത്തിലൂടെ ഹബീബിന്റെ സമുദായം കടന്നു പോകുമ്പോ നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ എന്റെ സമുദായത്തെ നീ രക്ഷപ്പെടുത്തണമേ അല്ലാഹ്. വിധങ്ങൾ സിറാത്ത് പാലത്തിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ദുആ ചെയ്യുകയാണ്. ആ പാലത്തിലൂടെ ഓരോ ആളുകൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ പാലം കടന്നു പോകാൻ വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ശഫാഅത്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക്. പരിശുദ്ധമായ ഖുർആൻ ശഫാഅത്ത് ചെയ്യുന്നുണ്ട്, റമളാൻ ശഫാഅത്ത് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇതുപോലെ ശഫാഅത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഖുർആനിന്റെ പ്രത്യേകത എന്താണ്? പരിശുദ്ധമായ ഖുർആനിന്റെ പ്രത്യേകത നരകത്തിൽ വീഴുന്നതിന് മുമ്പേ ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇതിൽ സൗണ്ടില്ല. നരകത്തിൽ വീഴുന്നതിന് മുമ്പേ ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധമായ ഖുർആൻ. ബാക്കിയുള്ള ആളങ്ങനെയല്ല, നരകത്തിൽ വീണ ശേഷം കൊണ്ടുപോയിട്ട് രക്ഷപ്പെടുത്താൻ. ഖുർആൻ അങ്ങനെയല്ല, നരകത്തിൽ വീഴുന്നതിന് മുമ്പേ രക്ഷപ്പെടുത്തും. സ്വർഗത്തിലേക്ക് എത്തിയ മക്കൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ എവിടെയാണ് മാതാപിതാക്കൾ? അപ്പോഴാണ് അല്ലാഹു പറയുന്നത് നരകത്തിലാണ്, മാതാപിതാക്കൾ നരകത്തിലാണ്. നരകത്തിലുള്ള മാതാപിതാക്കൾ ഞാൻ സ്വർഗത്തിലോ, അവരെ രക്ഷപ്പെടുത്താൻ എനിക്ക് അവസരം തരണമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മക്കൾ ചോദിക്കുമ്പോ മക്കളോട്
അല്ലാഹു പറയുന്നത് നരകത്തിലാണ്. നരകത്തിൽ കിടക്കുന്ന മാതാപിതാക്കളെ മക്കളെ വിളിച്ചുകൊണ്ടുവരും, മക്കള് വിളിച്ചുകൊണ്ടുവരും, എന്നിട്ട് സ്വർഗത്തിൽ കിടത്തും. നരകത്തിൽ വീണ ശേഷമാണ് മക്കള് ശഫാഅത്ത് ചെയ്യുന്നത്. പരിശുദ്ധമായ ഖുർആൻ അങ്ങനെയല്ല, നരകത്തിലേക്ക് വീഴുന്നതിന് മുമ്പേ രക്ഷപ്പെടുത്തുന്ന, നരകത്തിൽ വീണ ശേഷം നരകത്തിൽ നിന്ന് പൊറുക്കിയെടുത്ത് കൊണ്ടുപോകല്ല. ദുനിയാവിൽ മറ്റൊരാളെ സഹായിച്ചാൽ, പാവപ്പെട്ട ആളുകൾക്ക് സഹായം നൽകിയാൽ, ആ സഹായിച്ച ആളുകൾ വരെ സ്വർഗത്തിലാണെങ്കിൽ ആരാണോ സഹായിച്ചത് അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 10 രൂപ നൽകി സഹായിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സഹായം പാവങ്ങളായ ആളുകൾക്ക് ദുനിയാവിൽ വെച്ച് ചെയ്തു കൊടുത്ത ആളുകളാണ്. എന്നാൽ നരകക്കാരായ ആളുകൾ സ്വർഗത്തിലേക്ക് എത്തി നോക്കുമ്പോഴാണ് ഈ സഹായിച്ച ആളുകൾ സ്വർഗത്തിൽ കാണാനിടയാവുന്നത്. അവരോട് ചോദിക്കും, എന്നെ നിനക്ക് പരിചയമുണ്ടോ, എന്നെ നിനക്കറിയുമോ? അപ്പോഴാണ് സ്വർഗക്കാരൻ പറയുന്നത്, എനിക്കറിയൂല. സ്വർഗക്കാരൻ പറയാൻ എനിക്കറിയൂല. നരകക്കാരൻ മുതലാളിയാണ്, പാവങ്ങളെ സഹായിച്ച ഒരാളാണ്. സ്വർഗക്കാരനോ നാട്ടിൽ പാവങ്ങളായി ജീവിച്ച ഒരാളാണ്, എനിക്ക് നിങ്ങളെ പരിചയമില്ലല്ലോ. അപ്പോഴാണ് മുതലാളി പറയുന്നത്, നിങ്ങളല്ലേ എന്റെ വീട്ടിലേക്ക് പിരിവിന്റെ ആവശ്യവുമായി കടന്നു വന്നത്, മക്കളുടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ 1 ലക്ഷം നൽകി നിങ്ങളെ സഹായിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളാണല്ലേ ആ ഹാജിയാർ, ഇന്നാലിന്ന് നാട്ടിലെ ഇന്നാലിന്ന സഹോദരനാണല്ലോ, ഇന്നാലിന്ന മുഹമ്മദ് ഖയാണല്ലോ. അപ്പോഴാണ് നരകക്കാരൻ പറയുന്നത്, അതെ, എന്നാൽ ഈ നരകത്തിൽ നിന്ന് എന്നെ വന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനോട് പറയുമോ എന്ന് മുതലാളി സ്വർഗത്തിലുള്ള പാവപ്പെട്ട സഹോദരനോട് പറയുമ്പോഴാണ് സ്വർഗക്കാരനായ സഹോദരൻ അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ, ഇയാളെ രക്ഷപ്പെടുത്താൻ എനിക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അവസരം തരണം. അള്ളാഹു പറയാണ്, ആരെയൊക്കെയാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് അവരെ രക്ഷപ്പെടുത്തിക്കോ എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ സ്വർഗക്കാരനോട് പറയുമ്പോഴാണ് തന്നെ സഹായിച്ച ആളുകളെ നരകത്തിൽ നിന്ന് കൊണ്ടുപോയി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ അതൊക്കെ നരകത്തിൽ വീണ ശേഷമാണ്. അതല്ലല്ലോ വിജയം. എന്താണ് വിജയം എന്ന് പറഞ്ഞാൽ, എല്ലാ ശരീരവും മരിക്കേണ്ടവരാണ്. എല്ലാവരുടെയും നന്മയും തിന്മയും അല്ലാഹു കണക്കാക്കുന്നത് ഖിയാമത്ത് നാളിലാണ്. ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്, നരകത്തിലേക്ക് ഒരു സെക്കൻഡ് പോലും വീഴാതെ, ഒരു സെക്കൻഡ് പോലും കിടക്കാതെ സ്വർഗത്തിലേക്ക് ആരാണോ എത്തുന്നത്, അവനാണ് വിജയി, അവന് മാത്രമാണ് വിജയി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആരാണ് വിജയി? വിജയി എന്ന് പറഞ്ഞാൽ ആരാ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകൾ, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ അല്ലാഹു സ്വർഗം നൽകുന്ന ആളുകൾ ആരാ? അവർക്കാണ് അല്ലാഹു വിജയം നൽകുന്നത്. അവരാണ് വിജയികൾ. ആ വിജയികളിൽ പെടാനാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. നരകത്തിൽ വീണ ആളുകളെ രക്ഷപ്പെടുത്താൻ ആളുകളുണ്ട്. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല രക്ഷപ്പെടുത്തുന്നത്. നരകത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് അല്ലാഹുമായിട്ടൊരു സംവാദം നടത്തുകയാണ്, അല്ലാഹുമായിട്ടൊരു വാഗ്വാദം നടത്തുകയാണ്. അല്ലാഹുവേ, ഇയാളെന്നെ ബഹുമാനിച്ച ആളാണ്, ഇയാളെന്നെ ആദരിച്ച ആളാണ്, ഇയാൾ ഒരുപാട് ഖുർആൻ ഓതിയ ആളാണ്, അതുകൊണ്ട് ഇയാൾ നരകത്തിലേക്ക് കിടക്കരുത് എന്ന് അല്ലാഹുവിനോട് വാഗ്വാദം നടത്തിയിട്ട് നരകത്തിലേക്ക് കിടക്കാതെ, നരകത്തിലേക്ക് വീഴാതെ ഖുർആനിനെ ആദരിക്കുന്ന ആളുകളെ അല്ലാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അതാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, യർജൂന തിജാറതൻ ലാ തബൂർ, അവർക്ക് നഷ്ടമില്ലാത്ത കച്ചവടമാണ്. എന്താണ് നഷ്ടമില്ലാത്ത കച്ചവടം എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ നഷ്ടമില്ലാത്ത കച്ചവടം എന്ന് പറഞ്ഞാൽ? ഇത് ഓടുന്ന ആളുകൾക്ക് ദുനിയാവിൽ അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് മാത്രമല്ല, ശാരീരികമായിട്ടുള്ള ആരോഗ്യം നൽകും, മാനസികമായിട്ടുള്ള ആരോഗ്യം നൽകും, മാനസികമായിട്ടുള്ള സംതൃപ്തി നൽകും, സമ്പത്തിൽ അഭിവൃദ്ധി നൽകും. ഇതൊക്കെ ഉള്ളതല്ലേ?
പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ അല്ലാഹു ദുനിയാവിൽ നൽകുന്ന നേട്ടങ്ങൾ ഇതൊക്കെയാണ്. പക്ഷേ നമ്മുടെ ഓത്തല്ല, നമ്മുടെ പാരായണമല്ല. യാസീനുൽ ഖുർആനിൽ ഹകീമിൻ കലമുൽ മുർസലീൻ ആ 120 പോകുന്ന ഓത്തല്ല. അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. കടമ വീട്ടാൻ വേണ്ടി റമദാൻ ഒരു ഖത്തം തീർക്കുന്നുണ്ട്, രാജധാനി എക്സ്പ്രസ് പോകുന്ന പോലെ ഒരാൾ ഓതുക, അതിനൊന്നും കിട്ടാനില്ല. എന്താ ഖുർആൻ എന്ന് പറഞ്ഞു? എങ്ങനെ ഓതാനാ പറഞ്ഞത്? ورتل القرآن ترتيلا يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن കടന്നു വന്നിട്ട് പനി പിടിച്ച് മൂടി പിടിച്ച് കിടന്നുറങ്ങുകയാണ്. അപ്പോഴാണ് അല്ലാഹു വിളിക്കുന്നത്, യാ അയ്യുഹൽ മുസമ്മിൽ, ഓ മൂടി പിടിച്ചിറങ്ങുന്ന മനുഷ്യ, ഖുമിൽ ലൈല ഇല്ലാ ഖലീല, ഒന്ന് രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കണേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ തഹജ്ജുദ് നിസ്കാരം നിർബന്ധമായിരുന്നു. ഞങ്ങൾക്ക് നിർബന്ധമല്ല, സുന്നത്താണ്. സമുദായത്തിന് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമല്ല. എപ്പോഴാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്? നിസ്ഫഹു, രാത്രിയുടെ പകുതി തഹജ്ജുദ് നിസ്കരിക്കണം. രാത്രിയുടെ പകുതി എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറിൽ 6 മണിക്കൂറും തഹജ്ജുദിന് വേണ്ടി ഉപയോഗിക്കണമെന്നല്ലേ? അല്ലെങ്കിൽ ആ പകുതിയിൽ നിന്ന് അല്പം കുറച്ചാലും കുഴപ്പമില്ല, അല്പം കുറച്ചാലും കുഴപ്പമില്ല. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാണ്, രാത്രിയുടെ പകുതി ഭാഗം നിങ്ങൾ തഹജ്ജുദിന് വേണ്ടി മാറ്റിവെക്കണം. അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം കുറച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ യാത്രയുടെ പകുതിയേക്കാൾ അല്പം കൂടുതൽ നിസ്കരിച്ചാലും കുഴപ്പമില്ല. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ രാജധാനി എക്സ്പ്രസ് പോകുന്നത് പോലെ ഓതാനുള്ളതല്ല. വളരെ ഭംഗിയായി തജ്വീദിന്റെ നിയമപ്രകാരം ഓതൽ നമ്മുടെ ബാധ്യതയാണ്. മുഅ്മിനേ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, പഠിക്കാനുള്ള അവസരം നമ്മുടെ മുന്നിലുണ്ടല്ലോ. എന്തോ നമ്മൾ പഠിക്കാത്തത്? അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് പഠിക്കാൻ സമയം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന എക്സ്ക്യൂസ് അല്ലാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടില്ല. കാരണം വിരൽ തുമ്പിലാണ് എല്ലാം ഉള്ളത്. തജ്വീദ് പഠിക്കാനും യൂട്യൂബ്, വാല് പഠിക്കാനും യൂട്യൂബ്, സിനിമ കാണാനും യൂട്യൂബ്, കുക്കറി ഷോ കാണാനും യൂട്യൂബ്, എന്തുവരൊക്കെ കാണാനും യൂട്യൂബ് ഉണ്ടാകുമ്പോ നന്മയ്ക്ക് വേണ്ടി ആരാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ വിരൽ തുമ്പിലേക്ക് നന്മകളുടെ വാതായനങ്ങൾ തുറക്കപ്പെടുമ്പോ എന്തേ നന്മ ചെയ്യാത്തത്? എന്തേ നന്മ ചെയ്യാത്തത്? നന്മ ചെയ്യാനല്ലേ ഈ ഡിവൈസുകൾ അല്ലാഹു നമ്മൾക്ക് നൽകുന്നത്. കളിക്കാനല്ലല്ലോ, തമാശയ്ക്ക് വേണ്ടിയല്ലല്ലോ, ഫോൺ കാണാനല്ലല്ലോ. അല്ലാഹുവിന്റെ നന്മകൾ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാനല്ലേ. എന്നിട്ട് പറയേണ്ടേ, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ ഫഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. മൊബൈൽ ഫോണുകളായാലും ടിവി ആയാലും ഏത് സംവിധാനങ്ങളായാലും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പറയേണ്ടേ, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ. അല്ലാഹുവേ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ. എന്റെ സഹോദരിമാരോട് പറയുന്നത്, എനിക്കറിയാം ഇവിടെ സഹോദരിമാരാണ് കൂടുതലുള്ളത് എന്ന്. എന്റെ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വാല് വേണ്ടേ? എന്റെ ഇവിടുത്തെ നാട്ടുകാർക്ക് വാല് വേണ്ടേ? ഞാൻ ചോദിക്കട്ടെ, സംഘാടകരെ പലവട്ടം പറഞ്ഞു സ്ത്രീകളായിരിക്കും കൂടുതലെന്ന്. ഇങ്ങനെ ഒരു മഹാനുഭാവന്റെ പേരിൽ ഇവിടെ വാല് സംഘടിപ്പിക്കുമ്പോ നാട്ടുകാരെങ്കിലും വന്നിരിക്കും, നിങ്ങളുടെ ബാധ്യതയല്ലേ? എന്തിനാണ് സംഘടിപ്പിക്കുന്നത്? ഇത്രയും ഭീമമായ തുകകൾ ചെലവഴിച്ചിട്ട് നയിക്കുന്ന സംവിധാനങ്ങൾ, സ്റ്റേജിന്റെ സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് എന്തേ നമുക്ക് കേൾക്കാൻ കഴിയാത്തത്? ആരോടുള്ള ധിക്കാരമാണിത്? ആരോടുള്ള വെല്ലുവിളിയാണ്? എന്റെ ചെറുപ്പക്കാര, ഒരു കളി ഉണ്ടാകുമ്പോ അവിടെ കൂടിക്കൂടാറുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ വെല്ലുവിളിക്കാൻ പറഞ്ഞ വിഷയങ്ങളല്ലേ ഇത്? ജീവിതം കളിയും ചെറിയുമാക്കി മാറ്റുന്ന ആളുകളെ നബിയെ നിങ്ങൾ വിട്ടേക്ക്. നബിയെ, അവരെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അവരെ നിങ്ങൾ യാതൊരു പരിഗണനയും നൽകണ്ട, അവരുടെ കാര്യം ഞാൻ നോക്കാമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഇത് അറിയാനിട്ടാണോ? ഇത് കേൾക്കാനിട്ടാണോ? എന്റെ ചെറുപ്പക്കാര, കളികളോട് ബലം തോന്നി തുടങ്ങിയത് ആതൊരു ഫ്ലഡ്ലൈറ്റുകളും ഫുട്ബോളുകളും മാത്രമായി ജീവിച്ചാൽ മതിയോ? ജീവിതം തന്നെ കളിയും ചിരിയുമാക്കി മാറ്റിയ ആളുകളുണ്ട്. ആഭാസങ്ങൾ നടത്തുന്ന ആളുകൾ, അനാചാരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾ, നന്മ പറയുമ്പോൾ അവർക്ക് ചെയ്യാറില്ല. നന്മയേത് ചിന്മയേത്
ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലം ആളുകളിലേക്ക് വരാനുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏതാണ് നന്മ ഏതാണ് തിന്മ എന്നറിയില്ല, അതറിയില്ല. നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്ത ദയനീയമായ ദാരുണമായ അവസ്ഥ മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരുമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ലേ അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പറഞ്ഞു തന്നത്. അതാരാണെന്നറിയോ? ഫമിൻ ഉശ്രിബഹാ. തിന്മകൾ ഇവിടെ ഉണ്ടാകുമ്പോ, ആവാസങ്ങൾ ഉണ്ടാകുമ്പോ, സിനിമകൾ ഉണ്ടാകുമ്പോ, സിനിമയുടെ പേരിൽ ഇവിടെ മൽപ്പിടുത്തങ്ങൾ നടക്കുന്നുണ്ടില്ലേ? മമ്മൂട്ടിക്ക് വേണ്ടി, മോഹൻലാലിന് വേണ്ടി ഇവിടെ വാദങ്ങൾ നടത്തുന്നവരില്ലേ? സോഷ്യൽ മീഡിയകളിലൂടെ, ഫേസ്ബുക്കുകളിലൂടെ എന്തിനാണ് ആവശ്യമില്ലാത്ത സംവാദങ്ങൾ, എന്തിനാണ് ആവശ്യമില്ലാത്ത തർക്കങ്ങൾ? ആർക്ക് വേണ്ടിയാണ് ചെറുപ്പക്കാരാ? അവർ നിനക്കെന്താണ് ചെയ്തു തന്നത്? ഏത് നടന്മാരായാലും നടിമാരായാലും സമുദായത്തിന് എന്ത് ചെയ്തു തന്നു? നിനക്കെന്ത് ചെയ്തു തന്നു? അതുപോലെ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ആവാസം കണ്ടോ എന്ന് നടക്കുന്ന IPL കളിയുണ്ടല്ലോ, ആ കളിക്ക് വേണ്ടി രാവിലെ ഒരു പ്രവചന മത്സരം. എന്റെ ചെറുപ്പക്കാരാ, നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ എവിടെയാണ് പണയം വെച്ചിട്ടുള്ളത്? എവിടെയാണ് നിങ്ങളുടെ തലച്ചോറ് പണയം വെച്ചിട്ടുള്ളത്? ഇത് തമാശയുടെ കാര്യമല്ല, ഇത് തമാശയായി പറയുകയല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അപകടത്തിലേക്കാണ് പോകുന്നത്. ജൂതനായ ഒരു നേതാവ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, മുസ്ലിം സമുദായത്തെ തകർക്കാൻ ആയുധങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞതിനേക്കാളും കൂടുതൽ ജീവി കൊണ്ടാണ് മുസ്ലിം സമുദായത്തെ നിങ്ങൾ തകർത്തത്. ആയുധം കൊണ്ട്, യുദ്ധം കൊണ്ട്, പശുവിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, പള്ളിയിൽ കയറിയിട്ടുള്ള കൊലപാതകങ്ങൾ, എന്തൊക്കെ ആവാസങ്ങൾ, അല്ലാത്ത ഒരുപാട് കൊലപാതകങ്ങൾ ഇവിടെ നടക്കുമ്പോ അതുകൊണ്ടല്ല മുസ്ലിം സമുദായത്തെ നിങ്ങൾ തകർത്തത്, ജീവി കൊണ്ടാണ് ഞങ്ങൾ തകർത്തത് എന്ന് ജൂതനായ നേതാവ് പറയുന്നുണ്ട്. എങ്ങനെയാണ് തകർത്തത്? സിനിമയും സീരിയലും അതിന്റെ അഡിക്റ്റുകളാക്കി നമ്മുടെ ഉമ്മമാരെയും മക്കളെയും നമ്മുടെ ചെറുപ്പക്കാരെയും മാറ്റിമറിച്ചു. അവർക്കെന്ത് നിസ്കാരം, അവർക്കെന്ത് ബാല്, അവർക്കെന്ത് ദീന്, അവർക്ക് കളി, അത് മതി, വേറൊരു ചിന്തയില്ല. ചെറുപ്പക്കാരാ, ജീവിതം തന്നെ കളിയും ചിരിയും ആഘോഷങ്ങളും ആവാസങ്ങളും ഇത് മാത്രം മതി എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളെ അല്ലാഹുവിന്റെ മുന്നറിയിപ്പാണ്. ഇത് തമാശയല്ല. അവരെ വിട്ടുകള നബിയെ, അവരെ നെവർമൈൻഡ് ചെയ്യൂ നബിയെ. വലഹും അദാബുൻ അലീം. അവർക്ക് ഞാൻ വേദനാജനകമായ ശിക്ഷ നൽകാനുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. ഈ തോന്നിയതുപോലെ കളികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ആളുകൾക്കാണ്. ആകെ ഒരു കളി, വൈകുന്നേരമായാലും കളി, രാവിലെ ആയാലും കളി. ഇനി കളി കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് പള്ളിയിൽ വന്നിരിക്കാൻ സമയമുണ്ടോ? ഇല്ല, അടുത്ത കളി കാണാൻ, അടുത്തത് കളി കാണാൻ. എന്റെ ചെറുപ്പക്കാരാ, രാവിലെ ഫേസ്ബുക്കിൽ നടക്കുന്ന ഒരു മത്സരം, ഇന്ന് വൈകുന്നേരം നടക്കുന്ന IPL ടൂർണമെന്റിൽ ആരാണ് വിജയിക്കുക, ആരാണ് കൂടുതൽ റൺ വാങ്ങുക, ആരാണ് കൂടുതൽ വിക്കറ്റ് എടുക്കുക, ഇത് പറഞ്ഞിട്ട് ശരിയായ ആളുകൾക്ക് സമ്മാനം ഓഫർ ചെയ്യാൻ ഫേസ്ബുക്കിലൂടെ ചില ആളുകൾ. എന്റെ ചെറുപ്പക്കാരാ, നിങ്ങളുടെ സമയം ഹറാമിനല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്? അവരുടെ പണത്തിന്റെ പലപളപ്പ് കൊണ്ട് IPL എന്ന് പറയുന്ന മാമാങ്കം നടക്കുമ്പോ എന്തിനാണ് ചെറുപ്പക്കാരെ ഇവിടെ സംഭാവന? എന്നാൽ ദീനിന്റെ പേരിൽ സംഭാവന ചെയ്യണമെന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരെ മഷിയിട്ടാലും കാണൂല. എന്താ ഇന്നാരെ സഞ്ചരിക്കുക, അതെങ്ങാനും പറഞ്ഞു ശരിയായ അവന്റെ ഒരു സമ്മാനം. എന്തിനിത്? എന്നാ പള്ളിക്ക് 1000 കൊടുത്തു, അയാളെ മഷിയിട്ടാലും കാണൂല. ഇതാണ് ഇന്നത്തെ ദീൻ. അതിന് കാരണം ഒന്നാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നിങ്ങളിലേക്ക് ഫിത്നകൾ കടന്നു വരും. ആ ഫിത്നകൾ രസകരമായിട്ട് ഒരാൾക്ക് തോന്നി തുടങ്ങിയാൽ എന്താണ് ഇതിന് ഉദാഹരണം പറയുന്നത്? സ്വാമിമാര് ശബരിമലയിലേക്ക് പോകുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എത്ര വേദനയോടെയാണ് നമ്മളത് നോക്കിക്കാണുന്നത്. ചെരുപ്പില്ലാതെ നരം കോച്ചുന്ന തണുപ്പിൽ, വിറവിറക്കുന്ന തണുപ്പിൽ ചെരുപ്പില്ലാതെ തന്റെ ചരക്കുകളും സാമഗ്രികളും തലയിലേറ്റി നടന്ന് പോവാൻ. അത് കാണുമ്പോ നമ്മൾക്ക് വിഷമം തോന്നാറുണ്ടെങ്കിലും എന്തിനാണ് അവർ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ശബരിമലയിലേക്ക് പോകുന്നത്? ആ മതത്തോടും ആ ആചാരത്തോടും ആ ആരാധനയോടും അവർക്ക് മനസ്സിലുണ്ടാകുന്ന താല്പര്യമാണ്. അതുകൊണ്ടാണ് അവർ എത്രയും പ്രയാസം സഹിച്ചിട്ട് നരം കോച്ചുന്ന തണുപ്പിൽ പോലും അവർ നടന്നു നീങ്ങുന്നത്. ഇതുപോലെ ഒരാൾക്ക് ഫിത്നകളോട് താല്പര്യം തോന്നി തുടങ്ങിയാൽ, രാത്രി 3 മണിക്ക് കളിയുണ്ട് എന്നറിഞ്ഞാൽ അതിനുവേണ്ടി നമ്മുടെ ചെറുപ്പക്കാർ അലാം വെക്കാൻ തുടങ്ങിയാൽ, വൈകുന്നേരം 8 മണിക്കൊരു കളിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ചെറുപ്പക്കാരൻ കാത്തിരിക്കുന്ന ഒരു കാലം വന്നാൽ അവർക്ക് വേണ്ടി ഫ്ലെക്സ് വെക്കുക, അവർക്ക് വേണ്ടി സംവാദം നടത്തുക,
അവർക്ക് വേണ്ടി ഗ്രൂപ്പുകളിൽ ചർച്ച നടക്കുക. എന്താണിത്? ആർക്ക് വേണ്ടിയാണിത്? ഈ ആഭാസങ്ങളുള്ള ആളുകൾ ഈ ആഭാസങ്ങൾ ഒരു രസകരമായി ഒരാൾക്ക് തോന്നി തുടങ്ങിയാൽ അവന്റെ ഹൃദയത്തിനാണ് അല്ലാഹു തആല കറുത്ത പുള്ളികളിട്ട് കൊടുക്കുന്നത്. അവന്റെ ഹൃദയത്തെയാണ് അല്ലാഹു കറുപ്പിച്ചു കളയുന്നത്. അങ്ങനെ ഒരാളുടെ ഹൃദയം കറുത്തു പോയാൽ അപ്പോൾ അവന് നന്മ ഏത് തിന്മ ഏത് എന്നവന് തിരിച്ചറിയൂല. അപ്പോഴാണ് അവന് നന്മ ഏത് തിന്മ ഏത് എന്ന് തിരിച്ചറിയൂല. അപ്പോഴാണ് അവന് സിനിമ കാണുന്നത് ഹലാലായി തോന്നുന്നത്, വ്യഭിചാരം ഹലാലായി തോന്നുന്നത്, കഞ്ചാവ് ഹലാലായി തോന്നുന്നത്, മയക്കുമരുന്ന് ഹലാലായി തോന്നുന്നത്, പെണ്ണിന്റെ കൂടെ നടക്കുന്നതും ഇരിക്കുന്നതും ചാറ്റ് ചെയ്യുന്നതും ഹലാലായി തോന്നുന്നത്. അവന്റെ ഹൃദയം കറുത്തുപോയത് കൊണ്ടാണ്. കറുത്തുപോയ ഹൃദയങ്ങളിലേക്ക് നന്മകളെത്തൂല. അവന്റെ ഹൃദയങ്ങളിലേക്ക് നന്മകളെത്തൂല. തൗബ ചെയ്ത് അല്ലാഹു തൗബ സ്വീകരിക്കാതെ എത്ര വാല പറഞ്ഞാലും അവൻ നന്നാവൂല. കാരണം അവന്റെ ഹൃദയം കറുത്തുപോയിരിക്കുകയാണ്. പക്ഷേ എന്റെ ചെറുപ്പക്കാരാ, ഈ ഒരു ലിസ്റ്റ് നമ്മൾ പെടാൻ പാടില്ല. ഈ ഒരു ലിസ്റ്റ് നമ്മൾ പെടരുത്. വമൻ അളലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറള അൻഹാ ومن أظلم ممن ذكر بآيات ربه فأعرض عنها. ഞാൻ പറയുന്നത് എന്റെ വകയല്ലല്ലോ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളല്ലേ ഇവിടെ ചർച്ച ചെയ്യുന്നത്, പരിശുദ്ധ റസൂലിന്റെ ഹദീസുകളല്ലേ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ومن أظلم ممن ذكر بآيات ربه. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓരോന്ന് ഓതി കേൾപ്പിക്കുമ്പോ ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് കളി മതി, ഫുട്ബോൾ മതി, ക്രിക്കറ്റ് മതി, ഫഅഅറള അൻഹാ. ഇതിനേക്ക് മൈൻഡ് ചെയ്യാതെ മാറി നിൽക്കുന്ന ആളുകൾ ഇതിനേക്കാളും വലിയ ക്രിമിനൽ ആരാണെന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫ് ഓതാറുണ്ട്. എന്തേ നമ്മൾക്കിതിൽ ബോധമില്ലാത്തത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന് മാനസികമായ ആരോഗ്യം ലഭിക്കാൻ 5 കാര്യമാണ് ചെയ്യേണ്ടത്. അത് ഒന്നാമത്തേത് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുർ, അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതലാണ്. ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് കാര്യമില്ല, അതിൽ വലിയ നേട്ടമൊന്നുമില്ല. ഖുർആൻ ഓതുമ്പോൾ അർത്ഥം ആലോചിച്ചു. അർത്ഥം അറിയില്ല, അതാ ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റൂല. നിങ്ങൾക്ക് ഏത് സൂറത്ത് യാസീനിന്റെ പരിഭാഷ വേണം. പരിഭാഷയാണ് കുഴപ്പം. ചിദാനന്ദ എന്നല്ല അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഖുർആൻ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെറ്റീഷൻ കൊടുത്തു. ഞാൻ പറയട്ടെ, ഇതിന് ആരാ ഉത്തരവാദി? മുൻകാല പണ്ഡിതന്മാര് നിങ്ങൾ പരിശുദ്ധമായ ഖുർആനിനെ പരിഭാഷപ്പെടുത്തരുത് എന്ന് പറഞ്ഞത് വെറുതെയല്ല. ഖുർആനെ നിങ്ങൾ പരിഭാഷപ്പെടുത്തരുത് എന്ന് പറഞ്ഞത് വെറുതെയല്ല. അപ്പൊ ആളുകൾ നെറ്റി ചുളിച്ചു, ഖുർആൻ പഠിക്കരുത് എന്നാണ് പറയുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, നിങ്ങളോടാണിത് പറയുന്നത്. പരിശുദ്ധമായ ഖുർആൻ ഇന്ത്യയിൽ നിന്ന് നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് കോടതിയിലേക്ക്. ഒരു സ്വാമിയുടെ വീഡിയോ നമ്മൾ കണ്ടതാണല്ലോ. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയൂല. ഇവിടെ പരിഭാഷകരെയാണ് ഞാൻ കുറ്റം പറയുക. കാരണം പരിശുദ്ധമായ ഖുർആനിലുണ്ട് എവിടെ കണ്ടാലും അവരെ കൊല്ലണമെന്ന്. ഖുർആനിന്റെ മലയാളത്തിലുള്ള പരിഭാഷകളിൽ കൊടുക്കുന്നത് എവിടെ കണ്ടാലും അവരെ കൊല്ലണമെന്നാണ്. ഇത് വായിക്കുന്ന ഒരാൾ എന്താണ് വിചാരിക്കുക? ഇത് വായിക്കുന്ന ഒരു മുസ്ലിം അമുസ്ലിം എന്താ വിചാരിക്കുക? ബഹുദൈവ വിശ്വാസികളെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണമെന്നല്ലേ? അങ്ങനെയാണ് ഇതിലുള്ളത്. നിങ്ങളെ കൊല്ലുന്നത് പോലെ നിങ്ങൾ അവരെയും കൊല്ലണമെന്ന് ഖുർആനിലുണ്ട്. അതിന്റെ അർത്ഥം മലയാള പരിഭാഷ വാങ്ങി വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നത് ഖുർആൻ ഒരു ഭീകരവാദത്തിന്റെ വർഗീയവാദത്തിന്റെ ഗ്രന്ഥമാണെന്നാണ്. മുസ്ലിമീങ്ങളായ ആളുകളെ, ബഹുദൈവ വിശ്വാസികളെ വധിക്കണമെന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഭാഷാർത്ഥമാണത്. ഇതുകൊണ്ടാണ് മഹാനായ ശംസുൽ ഉലമയെ പോലെയുള്ള ആളുകൾ നിങ്ങൾ ഖുർആൻ തഫ്സീർ ചെയ്യരുത്, മലയാളത്തിലേക്ക് പരിഭാഷ നടത്തരുത് എന്ന് പറഞ്ഞത്. എന്തേ കാരണം? അതിനുള്ള സാഹചര്യം അതിൽ രേഖപ്പെടുത്തുന്നില്ലല്ലോ. എവിടെ കണ്ടാലും അവരെ കൊല്ലണമെന്ന് പറയുന്ന രംഗത്തിൽ എന്താ സാഹചര്യത്തിലാണ് ആയത്തിറങ്ങിയത്? അത് പറഞ്ഞാലല്ലേ ആരെ കുറിച്ചാണ് ആയത്തിറങ്ങിയതെന്ന് മനസ്സിലാവുള്ളൂ. മനസ്സിലാക്കണം. നിങ്ങളിത് തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല.
സമൂഹം ബഹുദൈവ വിശ്വാസികളായ ആളുകളെ എവിടെ കണ്ടാലും കൊല ചെയ്യപ്പെടണമെന്ന ഖുർആനിന്റെ ആയത്ത് അവിടെ അർത്ഥം അതേപോലെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയാൽ ഇത് വായിക്കുന്ന അമുസ്ലിമീങ്ങൾ പേടിച്ചു പോകൂലേ? സത്യത്തിൽ അങ്ങനെയാണോ പറഞ്ഞത്? അമുസ്ലിമീങ്ങളെ വധിക്കാനാണോ പറഞ്ഞതല്ല. പിന്നെ അത് മനസ്സിലാവണമെങ്കിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങളുടെ തഫ്സീർ വായിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ, ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിന്റെ, ജലാലൈനി പോലെ സുയൂത്തി ഇമാമിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ തഫ്സീർ വായിക്കുമ്പോഴാണ് ഏത് സാഹചര്യത്തിലാണ് അല്ലാഹു അങ്ങനെ പറഞ്ഞത്, ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞതെന്നറിയോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളോടാണ് ഇത് ഞാൻ പറയുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ മുസ്ലിമീങ്ങളെ വെട്ടിക്കൊല്ലാൻ എവിടെയും പറയുന്നില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും അതിലുള്ള ആശയങ്ങൾ എന്താണ്, പിന്നെ അതിലുള്ള വാക്കുകൾ എന്താണ്, അത് ആരെ കുറിച്ചാണെന്ന് മനസ്സിലാക്കണം. 13 വർഷക്കാലം 40 വയസ്സ് മുതൽ 53 വയസ്സ് വരെ മക്ക മണലാരുണ്യത്തിൽ ജനിച്ച നാടിൽ പരിശുദ്ധമായ ദീനിന്റെ ദഅവത്ത് നടത്തിയപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അല്ലാഹു ഏകനായ റബ്ബാണ്, ഞാൻ അല്ലാഹുവിന്റെ നബിയാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചിറക്കിയ ബഹുദൈവ വിശ്വാസികളുണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിലാണ് മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ഗുഹ്യനാളങ്ങളിലേക്ക് ഇരുമ്പിന്റെ ദണ്ടുകൾ കുത്തിക്കയറ്റിയിട്ട് വളരെ ക്രൂരമായി കൊല ചെയ്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിലാണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലൂടെ വലിച്ചു കൊണ്ടുപോയത്, നഗ്നനായി വലിച്ചു കൊണ്ടുപോയി. വെള്ളം വേണമെന്ന് പറയുമ്പോ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തതും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിലാണ് ഹബ്ബാബ് തങ്ങൾ തീ കത്തിക്കൊണ്ടിരിക്കുന്ന തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കണം നിങ്ങളെ, ഇങ്ങനെയുള്ള ആളുകൾ മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികൾ 13 വർഷക്കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞു. അവരെ ദ്രോഹിച്ചിട്ടില്ല, അവരെ വേദനിപ്പിച്ചിട്ടില്ല, അവർക്ക് യാതൊരു പോറലും ഏൽപ്പിച്ചിട്ടില്ല. പാവങ്ങളായ മുസ്ലിമീങ്ങളെ നിഷ്ഠൂരമായി കൊല ചെയ്യുകയും വധിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ട് ഒന്നും പോരാഞ്ഞിട്ട് 13 വർഷം കഴിഞ്ഞിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിക്കുകയാണ്. അപ്പോഴൊക്കെ മക്കക്കാരായ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ ഞങ്ങൾ അവരോട് തിരിച്ചക്രമിക്കട്ടെ, ഇങ്ങോട്ടടിക്കുമ്പോൾ അങ്ങോട്ടടിച്ചോട്ടെ, ഇങ്ങോട്ട് വെട്ടുമ്പോ അങ്ങോട്ടും വെട്ടിക്കോട്ടെ. നബി തങ്ങൾ പറഞ്ഞു, അരുത്, വെട്ടരുത്, സമയമായിട്ടില്ല, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമേ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. 13 വർഷക്കാലം മഹാന്മാരായ സ്വഹാബാക്കൾ സഹിക്കുകയാണ്. എന്നിട്ടോ സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിച്ച് എന്നിട്ട് അവിടെ സുഖമായി ജീവിക്കാൻ തീരുമാനിച്ചപ്പോ അവിടേക്കും വരികയാണ് മക്കക്കാരായ ബഹുദൈവ വിശ്വാസികൾ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബുമായി ഹുദൈബിയിൽ വെച്ചൊരു സന്ധിയുണ്ടായി, ഒരു കരാറുണ്ടായി. ഈ കരാർ ലംഘിച്ച ആളുകളെ എവിടെ കണ്ടാലും കൊല ചെയ്യണമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. പക്ഷേ ഇത് മലയാള പരിഭാഷയിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റൂല. ഇത് കാണണമെങ്കിൽ തഫ്സീറുകൾ എടുത്തു നോക്കണം. അതുകൊണ്ടാണ് മഹാന്മാരായ ശംസുൽ ഉലമയെ പോലെയുള്ള മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൂർവ്വകാല പണ്ഡിതന്മാർ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തരുത്. ഈ പരിഭാഷ വായിച്ചതാണ് ചിദാനന്ദ സ്വാമിയുടെ പ്രശ്നം, ഈ പരിഭാഷ വായിച്ചതാണ് ബിദ്അത്തുകാരുടെ പ്രശ്നം. അല്ല എന്ന് പറയാൻ പറ്റോ? ഈ പരിഭാഷ കൊണ്ട് ദീനിനെ മനസ്സിലാക്കാൻ പറ്റൂല, ഈ പരിഭാഷ കൊണ്ട് ഖുർആനിനെ മനസ്സിലാക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹനിധികളായ മുസ്ലിം സഹോദരങ്ങളോട് പറയട്ടെ, ഖുർആനിലുള്ള ഭാഗങ്ങൾ ഒരിക്കലും ഇന്ത്യ രാജ്യത്തിലുള്ള മുസ്ലിമീങ്ങളെ വധിക്കാനല്ല, ലോകത്തുള്ള മുസ്ലിമീങ്ങളെ വധിക്കാനുള്ള പ്രഖ്യാപനങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ എന്തേ GCC രാഷ്ട്രങ്ങൾ, മുസ്ലിം രാഷ്ട്രങ്ങളിൽ എന്തേ കൊല നടക്കാത്തത്? UAE-യിൽ മുസ്ലിമീങ്ങൾ ഉണ്ടല്ലോ, സൗദിയിൽ മുസ്ലിമീങ്ങൾ ഉണ്ടല്ലോ, ഖത്തറിലും ഒമാനിലും മുസ്ലിമീങ്ങൾ ഉണ്ടല്ലോ. അവര് മതസ്പർദ്ധ ഉണ്ടാക്കരുത്, എല്ലാ മതക്കാർക്കും അമ്പലമുണ്ടാക്കാൻ നേതൃത്വം നൽകിയത് ദുബൈയുടെ ഭരണാധികാരിയല്ലേ? ദുബായിൽ ഒരു അമ്പലം നിർമ്മിക്കാൻ, ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ സഹായിച്ചത് ദുബായിയുടെ UAE-യുടെ ഭരണാധികാരിയാണല്ലോ. അതെങ്ങനെയാണ് സംഭവിച്ചത്? മുസ്ലിമീങ്ങളെ വെട്ടിക്കൊല്ലാനാണ് ഖുർആൻ പറയുന്നതെങ്കിൽ എങ്ങനെയാണ് മുസ്ലിം രാഷ്ട്രത്തിൽ ഒരു അമ്പലം ഉണ്ടാകുന്നത്? നിങ്ങളോട് ഞാൻ പറയട്ടെ, ഖുർആനിന്റെ മലയാള പരിഭാഷ കൊണ്ട് ഖുർആൻ നിങ്ങൾ മനസ്സിലാക്കരുത്.
ഖുർആൻ മനസ്സിലാക്കാൻ ഖുർആനിന്റെ തഫ്സീർ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കണം. മഹാന്മാരായ സ്വഹാബാക്കളും താബിഈങ്ങളും രേഖപ്പെടുത്തിയ ഖുർആനിന്റെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വളരെ വിശദമായി വ്യക്തമാക്കുന്ന തഫ്സീറുകൾ വായിക്കണം. എന്നാലേ ഈ പറഞ്ഞതെന്ത് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബിദ്അത്തുകാർക്ക് പറ്റിയ അമളി അതാണ്, ബിദ്അത്തുകാർക്ക് പറ്റിയ പ്രശ്നം അതാണ്. അവരാണ് ഖുർആനിന്റെ പരിഭാഷകൾക്ക് തുടക്കം കുറിച്ചത്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളായ ആളുകൾ ഈ ഖുർആനിന്റെ ആയത്ത് വായിച്ചപ്പോൾ അവർ തെറ്റിദ്ധരിക്കാനുണ്ടായ കാരണം. മുസ്ലിമീങ്ങളായ ആളുകൾ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നാൽ അവരോട് നിങ്ങൾ തിരിച്ച് യുദ്ധം ചെയ്തോളൂ എന്നാണ് അതിന്റെ കൽപ്പന. അത് 13 വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലാഹു ആ കൽപ്പന പുറപ്പെടുവിക്കുന്നത്. 13 വർഷങ്ങൾക്ക് ശേഷം. ഞാൻ ആ വിഷയത്തിലേക്ക് വന്നത് പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതുന്ന ആയത്താണല്ലോ. ആരാണ് ഏറ്റവും വലിയ അക്രമൻ? പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കേൾക്കുമ്പോൾ ഇതെനിക്കുള്ളതല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ, അവനെക്കാളും വലിയ ക്രിമിനൽ ആരാണ്? അവൻ ഏറ്റവും വലിയ ക്രിമിനലാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് ഞാൻ എന്റെ വാക്കല്ല, കാസർഗോഡ് നിന്ന് കൊണ്ടുവന്ന വാക്കല്ല, കാസർഗോഡ് നിന്ന് കൊണ്ടുവന്ന പ്രഖ്യാപനമല്ല. ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൽ ആയിഷ തോറും അല്ലാഹു ഓതാൻ പറഞ്ഞത് വെറുതെയല്ല, നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ബോധമുണ്ടാവാനാണ്. എന്നിട്ടും നമ്മൾക്ക് ബോധമില്ല. എന്റെ ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. ഖുർആനിന്റെ ക്ലാസുകൾ ഇവിടെ മാസം തോറും ആഴ്ച തോറും ഖുർആനിന്റെ ക്ലാസുകൾ ഉണ്ടാകുമ്പോ ആരാണ് ആ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്? ആർക്കാണ് ആ ക്ലാസ്സിനോട് താല്പര്യം? അല്പം ചില ഉമ്മമാർ, ഇരിക്കാൻ കിടക്കുന്ന അല്പം ചില വയസ്സന്മാർ. ചെറുപ്പക്കാരാ, നിങ്ങൾക്കിത് പഠിക്കേണ്ടേ? എന്റെ സഹോദര ചെറുപ്പക്കാരികളെ, നിങ്ങൾക്കിത് പഠിക്കേണ്ടേ? ഇത് പഠിക്കാത്തത് കൊണ്ടാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ് ഈ കാണുന്ന ആഭാസങ്ങൾ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള സമയം ഖുർആൻ പഠിക്കാനാവട്ടെ, ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്തണം. ഇത് പഠിച്ചാൽ മാത്രം മതിയോ? തജ്വീദിന്റെ നിയമപ്രകാരം ഓതണ്ടേ? യാസീൻ യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. പരിശുദ്ധമായ ഖുർആൻ എങ്ങനെ വേണമെങ്കിലും ഒരാൾക്ക് ഓതാലോ. ചില ആളുകൾ ഓതുന്നത് യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ, ഇത് കഴിഞ്ഞിട്ട് 100 ഇസ്തിഗ്ഫാർ. പഠിച്ചോനെ എന്റെ യാസീൻ തെറ്റിപ്പോയി, അസ്തഗ്ഫിറുല്ലാഹ്. അതാണ് നമ്മുടെ ഖുർആനോത്ത്. ഖുർആനോദിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട അവസ്ഥയാണ് ഇന്നത്തെ ഖുർആനോത്ത് ഭൂരിഭാഗവും. അതാണ്, അതുകൊണ്ടാണ് ആ ഒരു എഫക്ട് നമ്മുടെ ജീവിതത്തിൽ കാണാത്തത്. അള്ളാഹു പറഞ്ഞത് എന്താ? അർത്ഥമാലോചിച്ച് ഖുർആനോതുന്ന ആളുകൾക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവുകയില്ല. പെണ്ണുങ്ങളെ, എന്റെ സഹോദരിമാരെ, നിങ്ങളോട് പറയട്ടെ, വീട്ടിൽ സംതൃപ്തി ഉണ്ടാവാൻ, വീട്ടിൽ സന്തോഷം ഉണ്ടാവാൻ അള്ളാഹു പറഞ്ഞ വിഷയമാണ് വീട്ടിൽ ഖുർആൻ ഓതട്ടെ. എന്റെ ഖുർആനിൽ നിന്ന്, എന്റെ ദിക്റിൽ നിന്ന്, എന്നെ സ്മരിക്കുന്നതിൽ നിന്ന് ആരാണോ മാറി നിൽക്കുന്നത് അവർക്കാണ് വല്ലാത്ത പ്രയാസമുള്ള ജീവിതം അള്ളാഹു നൽകുന്നത്. അവരുടെ ജീവിതം കുദുസായ ജീവിതമാണ്. അവരുടെ മാനസികമായ സംതൃപ്തി ലഭിക്കൂല. അള്ളാഹുവിൽ നിന്ന് മാറി നിൽക്കുമ്പോ അള്ളാഹു നൽകുന്ന പരീക്ഷണമാണിത്. ചെറുപ്പക്കാരാ, അള്ളാഹുവിൽ നിന്ന് മാറി നിൽക്കുമ്പോ അള്ളാഹു നൽകുന്ന പരീക്ഷണമാണിത്. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു ആബിദായ ഒരാൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ വർഷങ്ങളായി ഞാൻ നിന്നോട് തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, വർഷങ്ങളായി ഞാൻ പാപം ചെയ്യുന്നുണ്ടല്ലോ, വലം തുആഖിബ്നീ, എന്നെ നീ ശിക്ഷിക്കുന്നില്ലല്ലോ, വർഷങ്ങളായി തെറ്റ് ചെയ്യുന്ന എന്നെ നീ എന്തേ ശിക്ഷിക്കാത്തത്? മനസ്സിലാകുന്നുണ്ടോ? എനിക്കറിയില്ല മനസ്സിലാകുന്നുണ്ടോ. അവിടെ ആ ബിൽഡിംഗിൽ തട്ടിയിട്ട് ഇത് റിഫ്ലക്ട് ആവുന്നുണ്ട് ശബ്ദം. നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ എന്ന് എനിക്കറിയാം. തിരിയുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ട്. സ്പീഡ് കൂട്ടിയത് സമയം കുറച്ചാണ്. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ആളില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പ്രസംഗിക്കാം. നിങ്ങൾ സംഘാടകർ മാറ്റി വൈകി 9:45 വരെ എത്തിച്ചു. ഞാൻ 11 മണി വരെ പ്രസംഗിക്കുമെന്ന് എന്നെ വിളിച്ച റമീസിനോട് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പോവാം. 10:30 സമയം. ഇനി ശ്രദ്ധിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വേഗത്തിൽ പോവാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഖുർആൻ
ഓതണം. ആ വീട്ടിൽ ഖുർആൻ ഓതുന്ന വീടുകളിലേക്ക് അല്ലാഹു മലക്കുകൾ ഇറക്കി തരും. പിശാചുകൾ അല്ലാഹു അവിടെ നാട്ടി ഓടിക്കും. ഒരു പിശാച് വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക? പിശാചിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഏറ്റവും നന്നായി പിശാച് ശ്രമിക്കുന്നത് സ്വതക്ക കൊടുക്കുന്ന ആളുകളെ തടയാനല്ല, നിസ്കരിക്കുന്ന ആളുകളെ തടയാനല്ല, ഖുർആൻ ഓതുന്ന ആളുകളെ തടയാനല്ല. പിശാച് ഏറ്റവും നന്നായി ശ്രമിക്കുന്നത് രണ്ടുപേർ ഐക്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ തടയാനാണ്. ഭാര്യയും ഭർത്താവും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിനിടയിൽ അനൈക്യത്തിന്റെ വിത്ത് വിതറാനാണ് പിശാച് ശ്രമിക്കുക. പിശാചിന്റെ ഏറ്റവും വലിയ അടവതാണ്. അങ്ങനെയാണ് പിശാച് ഒരു സമുദായത്തെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുക. പിശാചിന്റെ നേതാവ് ഇബ്ലീസ്, പിശാചിന്റെ മുതിർന്ന നേതാവ് പിശാചിനെ പറഞ്ഞേക്കുമത്രേ, എന്തിന്? എന്തെങ്കിലും തിന്മകൾ സമുദായത്തിൽ ഉണ്ടാക്കി വരണേ, നന്മ ചെയ്യുന്നതിൽ നിന്ന് ആളുകളെ തടഞ്ഞുകൊണ്ട് വരണേ എന്ന് പറഞ്ഞിട്ട് നൂറുകണക്കിന് കുട്ടിപ്പിശാചുകളെ നാട്ടിലേക്ക് പറഞ്ഞേക്കുകയാണ്. അപ്പോഴാണ് ഓരോ പിശാചുകൾ ഓരോന്ന് ചെയ്യുന്നത്. നിസ്കരിക്കാൻ പോകുന്ന ചെറുപ്പക്കാരന് നിസ്കാരത്തിൽ നിന്ന് മാറ്റി കാഞ്ഞങ്ങാട് ടൗണിലേക്ക് കൊണ്ടുപോകുന്നത് പിശാചാണ്. സ്വതക്ക കൊടുക്കാൻ വിചാരിച്ച്, സ്വതക്ക നൽകാൻ വിചാരിച്ച് പള്ളിയിലേക്ക് വന്നതാണ്, വാലിന് വന്നതാണ്. അപ്പോഴേക്കും അവന്റെ മനസ്സ് മാറ്റിയത് പിശാചാണ്. നോമ്പ് നോക്കാൻ വിചാരിച്ച ഒരാൾ രാവിലെ ആയപ്പോൾ മടിത്തോന്നി നോമ്പ് ഒഴിവാക്കിയതിന് കാരണവും പിശാചാണ്. പിശാചുകൾ വൈകുന്നേരങ്ങളിൽ ഇബ്ലീസിന്റെ നേതാവിന്റെ അടുത്തേക്ക് വന്നിട്ട് ഓരോ ആളുകൾ കടന്നു വരുമ്പോ അവരുടെ പിതാവ് ചോദിക്കുകയാണ്, ഇന്ന് നീ ചെയ്തതെന്താ? അപ്പോഴാണ് ഒരാൾ പറയുന്നത്, നിസ്കരിക്കാൻ പോകുന്ന ഒരാളെ നിസ്കാരത്തിൽ നിന്ന് ഞാൻ തടഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്താ ചെറിയ വിഷയല്ലേ, നീ പോയിക്കോ എന്ന് പറയും. അടുത്ത ആള് വന്നു, സ്വതക്ക നൽകാൻ വിചാരിച്ച ഒരാളെ സ്വതക്ക നൽകുന്നതിൽ നിന്ന് ഞാൻ തടഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പിറ്റി കേസല്ലേ, നീയും വിട്ടോ. അങ്ങനെ ഓരോ ആളുകൾ ഓരോ വിഷയങ്ങൾ പറഞ്ഞു മാറി നിൽക്കുമ്പോഴാണ് ഒരു കുട്ടിപ്പിശാച് വരുന്നത്. ആ പിശാച് പറയുന്നത്, മുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിൽ ഭിന്നിപ്പിന്റെ വിത്ത് വിതറിയിട്ടാണ് ഞാൻ വരുന്നത്. പ്രശ്നമാകും, അടിയാകും, കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന രീതിയായപ്പോ ഞാൻ അവിടെ നിന്ന് വേഗം വന്നതാണ്. സാബാഷ്, വെൽ ഡൺ എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കുന്നതാണ്. അപ്പൊ ഒരു പിശാച് ശ്രമിക്കുന്നത് ഐക്യമുള്ള സ്ഥലങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ്. വീട്ടിൽ പിശാചുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും നേരെ ഉണ്ടാവൂല. മക്കളുടെയും ഉമ്മയുടെയും ഇടയിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകും. അതുകൊണ്ട് പിശാചിനെ ആട്ടാൻ എന്റെ സഹോദരിമാരെ നിങ്ങൾ ശ്രമിക്കേണ്ടത് പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടാണ്. ഖുർആൻ ഓതുന്ന വീട്ടിൽ പിശാചുണ്ടാവൂല. അത് ഏത് ഓത്താണ്, ഏത് പാരായണമാണ്? ഞാൻ പറഞ്ഞ ഈ രീതിയിലുള്ള പാരായണം തജ്വീദിന്റെ നിയമപ്രകാരം ഇതിന്റെ അർത്ഥങ്ങളിലേക്ക് ഇറങ്ങി ഓതണേ. വെറുതെ ഓതിവിട്ടിട്ട് കാര്യമില്ല, വെറുതെ ഓതിവിട്ടിട്ട് കാര്യമുണ്ടാവൂല. അത് പഠിക്കണം എന്റെ സഹോദര, പഠിക്കാനുള്ള സമയം കണ്ടെത്താം. അത് പഠിക്കാനാണ് ഈ വാലിന്റെ സദസ്സുകള്, അത് പഠിക്കാനാണ് ഈ ഖുർആനിന്റെ ക്ലാസുകള്, അത് പഠിക്കാനാണ് ഇഷ്ടം പോലെ സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളത്. എന്റെ നമ്മൾക്ക് പഠിക്കാത്തത് ബാക്കിയുള്ളത് പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടല്ലോ. വീട്ടിലുള്ള ഉമ്മമാർ കുക്കറീഷ കാണാൻ അവർക്ക് സമയം കിട്ടുന്നുണ്ടല്ലോ. മേക്കപ്പ് സംവിധാനങ്ങൾ യൂട്യൂബിലൂടെ കാണാൻ നമ്മുടെ പെണ്ണുങ്ങൾക്ക് സമയം കിട്ടുമ്പോ എന്തോ ഒരു സൂറത്ത് യാസീനിനെ കുറിച്ച്, സൂറത്ത് മുൽക്കിനെ കുറിച്ച്, സൂറത്ത് വാഖിയെ കുറിച്ചുള്ള വാലുകൾ ക്ലാസുകൾ നമ്മൾ കേൾക്കാത്തതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന അപജയത്തിന്റെ കാരണങ്ങള്. അതുകൊണ്ടാണ് കളികൾക്ക് പിന്നാലെ ചെറുപ്പക്കാർ പോകാൻ തുടങ്ങിയത്. നമ്മുടെ ഉമ്മമാർക്ക് മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്തത്. ഖുർആൻ ഓതുന്ന മക്കളെ ഉമ്മമാരെയാണോ മക്കൾ കാണുന്നത്? സിനിമ കാണുന്ന ഉമ്മമാരെയാണോ? ഖുർആൻ ഓതുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന, സുന്നത്ത് നിസ്കരിക്കുന്ന, അല്ലാഹുവിനെ പേടിയുള്ള ഉമ്മമാരെയാണോ? അല്ല തോന്നിവാസം കാട്ടുന്ന സീരിയലും സിനിമയും കാണുന്ന ഉമ്മമാരെയാണോ ഇന്നത്തെ മക്കൾ കണ്ടുവളരുന്നത്? ആരെയാണോ കണ്ടുവളരുന്നത് അതുപോലെയാണ് മക്കൾ വളരുക. എന്നാൽ ആ മക്കളെ നിയന്ത്രിക്കാൻ ഉമ്മമാരെ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ചെറുപ്പകാലത്ത് തന്നെ ഉറങ്ങാൻ കിടക്കുന്ന മുളക്കുടി പ്രായത്തിൽ തന്നെ മക്കൾ കേൾക്കേണ്ടത് ഖുർആനിന്റെ ആയത്തുകളാണ്. ഗർഭിണിയായ അവസ്ഥയിൽ സിനിമ കണ്ട്, സിനിമ പാട്ട് കേട്ട്, ആഭാസങ്ങൾ കണ്ടിട്ടല്ല നിങ്ങൾ സമയം കളയേണ്ടത്. പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടാണ് സമയം കണ്ടെത്തേണ്ടത്. ഗർഭിണികളായ ഉമ്മമാര് ഖുർആൻ ഓതിയാൽ ആ പിഞ്ചു പൈതങ്ങൾ ഖുർആനിനെ മനസ്സിലാക്കും. അതുപോലെ മുലപ്പാല് നൽകുന്ന സമയങ്ങളില് ആ കുട്ടിയുടെ ചെറുപ്പകാലങ്ങളിൽ ഖുർആൻ ഓതുന്ന ഉമ്മയെയാണ് കണ്ടു വളരുന്നതെങ്കിൽ ആ മക്കൾ വഴിപെടുത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഉമ്മമാരെ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്
അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്ന ആളുകൾ അവർക്ക് നഷ്ടമില്ലാത്ത കച്ചവടമാണ്. അവരുടെ കച്ചവടം നഷ്ടമാവൂല. ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം പകുതിയിലാക്കി വെച്ചിട്ടുണ്ട്. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ ഒരുപാട് കാലം അള്ളാഹുവിനെ ആരാധിച്ചൊരു മഹാനാണ്. അയാൾ അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, ഞാൻ ഒരുപാട് കാലമായി നിന്നോട് തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നിന്നോട് ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നിന്നോട് ഞാൻ മോശമായി പെരുമാറുന്നുണ്ടല്ലോ, വലം തുആഖിബ്നി, എന്നിട്ടും നീ എന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ, എന്നിട്ടും നീ എന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ. നമുക്കൊക്കെ ആ ചിന്തയില്ലേ, ഞാൻ എത്ര തെറ്റ് ചെയ്യുന്നുണ്ട്, അള്ളാഹു എന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ ഇല്ലേ? ആർക്കാ വിശ്വാസമില്ലാത്ത? നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റ് അള്ളാഹു ശിക്ഷിക്കാൻ നിന്ന ഒരു ദിവസം നമ്മൾ ജീവിക്കോ? ഒരു ദിവസം നമ്മളുണ്ടാവും. അദ്ദേഹം പറയാണ്, അല്ലാഹുവേ, വർഷങ്ങളായി ഞാൻ നിന്നോട് തെറ്റ് ചെയ്യുന്നുണ്ട്, നീ എന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ. അല്ലാഹു പറഞ്ഞു, നീ ചെയ്യുന്ന തെറ്റുകൾക്ക് ഞാൻ ശിക്ഷ നൽകുന്നുണ്ട്. നീ തെറ്റ് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ ഞാൻ നിന്നെ ശിക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വകൈഫ യാ അല്ലാഹ്, എങ്ങനെയാണ് നീ ശിക്ഷിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, നീ നിസ്കരിക്കാറുണ്ടല്ലോ, നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ നിനക്ക് ടേസ്റ്റ് ലഭിക്കുന്നുണ്ടോ? രാത്രി സമയങ്ങളിൽ സെവൻസും ഫൈവ്സും ഫുട്ബോളുകൾ ഫ്ലഡ്ലൈറ്റും കാണാൻ പോകുന്ന ഒരു മാധുര്യമുണ്ടല്ലോ. വീട്ടിലിരുന്നിട്ട് IPL കാണുമ്പോഴുണ്ടാകുന്ന ഒരു രസമുണ്ടല്ലോ. എല്ലാ രാത്രികളിലും 7:30 കാത്തിരുന്ന് സീരിയൽ കാണാൻ നമ്മുടെ ഉമ്മമാരെ നിങ്ങൾക്കൊരു മാധുര്യമുണ്ടല്ലോ. സിനിമ കാണുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. റിയാലിറ്റി ഷോകൾ കാണുമ്പോഴുള്ള ഒരു രസമുണ്ടല്ലോ. ആ ഒരു രസം നിങ്ങൾക്ക് ഖുർആൻ ഓതുമ്പോൾ കിട്ടുന്നുണ്ടോ? ആ ഒരു രസം നിങ്ങൾക്ക് നിസ്കരിക്കുമ്പോൾ കിട്ടുന്നുണ്ടോ? കാമുകിമാരോട് സംസാരിക്കുമ്പോഴും ചാറ്റ് ചെയ്യുമ്പോഴും അവരുമായിട്ട് കോൺഫറൻസ് നടത്തുമ്പോഴും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു മാധുര്യം നിങ്ങളുടെ നിസ്കാരത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ആ ബനൂ ഇസ്രായേലിലെ ആബിദിനോട് അല്ലാഹു ചോദിച്ചു, നിന്റെ നിസ്കാരത്തിൽ നിനക്ക് മാധുര്യം ലഭിക്കുന്നുണ്ടോ? നിസ്കരിക്കുമ്പോൾ വല്ലാത്തൊരു രസം തോന്നുന്നുണ്ടോ? ഇല്ല റബ്ബേ, ഇല്ല, എനിക്കങ്ങനെ ഒരു മാധുര്യം ലഭിക്കുന്നില്ല. അല്ലാഹു പറഞ്ഞത്, നീ ചെയ്യുന്ന തെറ്റ് കാരണത്താൽ, നീ ചെയ്ത പാപം കാരണത്താലാണ് നിന്റെ നിസ്കാരത്തിൽ നിനക്ക് ഞാൻ രസം തരാത്തത്, നിന്റെ നിസ്കാരത്തിൽ നിനക്ക് ഞാൻ മാധുര്യം തരാത്തത് നീ ചെയ്ത തെറ്റ് കാരണത്താലാണെന്ന് അല്ലാഹു ആ ബനൂ ഇസ്രായേൽക്കാരനോട് പറയുമ്പോ, ആരുടെ നിസ്കാരത്തിലാ മാധുര്യമുള്ളത്? ആരുടെ ഖുർആനോത്തിലാണ് മാധുര്യമുള്ളത്? ആർക്കാണ് ദിക്ർ ചൊല്ലുമ്പോൾ, വാല കേൾക്കുമ്പോൾ, സിനിമ കാണുന്ന, സിനിമ കേൾക്കുന്ന മാധുര്യം ആർക്കാണ് ലഭിക്കുന്നത്? അത് വെറുതെയല്ല, നമ്മൾ ചെയ്യുന്ന തെറ്റാണ്, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ്. അതുകൊണ്ട് എന്റെ സഹോദരിമാരായ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ വളർത്തുമ്പോൾ 3 കാര്യമാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. 1, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ. 2, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ. പാണക്കാട് തങ്ങന്മാർ, മറ്റുള്ള സയ്യിദന്മാർ, മറ്റുള്ള സാദാത്യങ്ങൾ എന്ന് സയ്യിദന്മാർക്ക് നൽകേണ്ട ബഹുമാനം ഈ ജനറേഷൻ നൽകുന്നുണ്ടോ? ഈ തലമുറ നൽകുന്നുണ്ടോ? 20 വയസ്സ് കഴിഞ്ഞു അതിന്റെ താഴോട്ടുള്ള ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കലാണ് നല്ലത്. 20 വയസ്സിന്റെ താഴെയുള്ള ചെറുപ്പക്കാർ, ന്യൂ ജനറേഷനെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. 20 കഴിഞ്ഞ ആളുകൾ അല്പം പോലും കുഴപ്പമില്ല, അവർ എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റൂല. എത്രയോ നല്ല ആളുകളെ കാണുന്നുണ്ടെങ്കിൽ ഒരു 20 താഴെയുള്ള ആളുകൾ ഭൂരിഭാഗവും പറഞ്ഞാൽ കേൾക്കാത്ത, എവിടെ വാലിന് പോയാലും, ഏത് സ്ഥലത്ത് വാലിന് പോയാലും സംഘാടകർ പറയുന്നത്, ഉസ്താദേ, ചെറിയ ചെറിയ കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവർക്കനുസൃതമായിട്ടുള്ള വാല് പറയണം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിൽ എങ്ങനെയുള്ള കുട്ടികളെ കാണിച്ചു തരാൻ പറ്റുമോ? 20ന്റെയും ഒരു 10ന്റെയും ഇടയിലുള്ള കുട്ടികൾ എവിടെയുണ്ട്? 20ന്റെയും 10ന്റെയും ഇടയിലുള്ള കുട്ടികൾ എവിടെ? അവര് ബസ് സ്റ്റാൻഡിലാണ്, അവര് ക്ലബിലാണ്, അവര് വീട്ടിലാണ്, അവരങ്ങാടിയിലാണ്. അവർക്ക് വാലിനോട് താല്പര്യമില്ല, അവർക്ക് നന്മയോട് താല്പര്യമില്ല. ഞാൻ പറയട്ടെ, അതിന് ഉത്തരവാദി ഉമ്മമാരാണ്. പഴയകാല ഉമ്മമാര് അവരുടെ ആ പഴയ കാലത്തുള്ള ദീനീ ചൈതന്യം മക്കളിലേക്ക് പകർത്തിയപ്പോ ഈ ന്യൂജൻ ഉമ്മമാർ, പുതിയ കാലത്തെ ഉമ്മമാര് മക്കൾക്ക് പഠിപ്പിക്കുന്നത് വാട്സപ്പും ഫേസ്ബുക്കുമാണ്. മക്കൾക്ക് പഠിപ്പിക്കുന്നത് മൊബൈലിന്റെ സംവിധാനങ്ങളാണ്, മോഡേൺ സംവിധാനങ്ങളാണ് നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കുന്നത്. ആ ഉമ്മമാർക്കനുസരിച്ചിട്ടാണ് മക്കള് മാറുന്നത് എന്ന് മറക്കരുത്, മക്കള് മാറുന്നത് എന്ന് മറക്കരുത്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ
കുടുംബ ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ, ഐക്യമുണ്ടാവാൻ, അസ്വാരസ്യങ്ങളില്ലാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന ആളുകൾ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകൾ, അവർക്ക് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കച്ചവടമാണ് നൽകുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ സിദ്ദീഖ് തങ്ങളും ഒരു സ്ഥലത്തിരിക്കുമ്പോഴാണല്ലോ അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ നല്ല മൂർച്ചയുള്ള കല്ലുമായി ഓടി വരുന്നത്, മൂർച്ചയുള്ള കല്ലുമായി മുഹമ്മദ് നബിയെ വധിക്കാൻ വേണ്ടി ഓടി വരുന്നത്. മുഹമ്മദ് നബി ഇരിപ്പുണ്ട്, അബൂബക്കർ സിദ്ദീഖ് ഇരിപ്പുണ്ട് റളിയല്ലാഹു അൻഹു. എന്നിട്ട് രണ്ടുപേരുടെയും സമീപത്തെത്തിയിട്ട് സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുകയാണ്, ആയാ അബൂബക്കർ ഐന സാഹിബുക, അബൂബക്കറേ നിന്റെ ചങ്ങാതി എവിടെ? എവിടെ നിന്റെ ചങ്ങാതി? എന്ത് പറ്റി? എന്റെ ചങ്ങാതി എന്നെ പരിഹസിച്ചല്ലോ, എന്റെ ചങ്ങാതി എന്റെ കുടുംബത്തെ പരിഹസിച്ചല്ലോ, എന്റെ ഭർത്താവിനെ ഇകഴ്ത്തിയല്ലോ, എന്റെ മക്കളെ നിന്ദിച്ചല്ലോ. എന്ത് പറ്റി? ആരാണ് പറഞ്ഞത്? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ. എന്താണ് പറഞ്ഞത്? എന്റെ ഭർത്താവ് നശിച്ചു എന്നല്ല പറഞ്ഞത്, ഞാൻ നശിച്ചു എന്നല്ല പറഞ്ഞത്, എന്റെ സമ്പാദ്യം, എന്റെ മക്കൾ നശിച്ചു എന്നല്ല പറഞ്ഞത്. നിന്റെ ചങ്ങാതിയായ മുഹമ്മദ് എന്നെയും എന്റെ ഭർത്താവിനെയും ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ആരാണെന്നറിയോ? ഈ നാട്ടിലെ നേതാവാണ് ഞാൻ, ഈ നാട്ടിലെ ഏറ്റവും ഉന്നതമായ തറവാട്ടുകാരിയാണ് ഞാൻ. നിന്റെ ചങ്ങാതിയോട് പറഞ്ഞേക്ക് കളി എന്നോട് വേണ്ട എന്ന്, എന്നോട് കളി വേണ്ട എന്ന് പറഞ്ഞേക്ക്. ഞാൻ മുഹമ്മദിനെ കുത്തിക്കൊല്ലാൻ കല്ലുമായി വന്നതാണെന്ന് പറഞ്ഞപ്പോ മഹാനായ സിദ്ദീഖ് തങ്ങൾ പതുക്കെ പറയാണ്, നബിയേ കാര്യം കഷ്ടമാണല്ലോ, കാര്യം കഷ്ടമാണല്ലോ, ഈ പെണ്ണ് വല്ലാത്ത ദോഷത്തിലാണല്ലോ എന്ന് പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സിദ്ദീഖേ അവൾക്ക് എന്നെ കാണാൻ പറ്റൂല, സിദ്ദീഖേ അവൾക്ക് എന്നെ കാണാൻ കഴിയൂല. പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടില്ല, അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടില്ല. എന്തേ കാണാത്തത്? വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറാ. ഖുർആൻ ഓതിയാൽ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യേണ്ടതുപോലെ പാരായണം ചെയ്താൽ അല്ലാഹു തആലയുടെ വാഗ്ദാനമാണ്, നിങ്ങളുടെയും ശത്രുക്കളുടെയും ഇടയിൽ ഒരു മറയിട്ട് തരാം. വധിക്കാൻ വരുന്ന ശത്രുവിനെ നിന്നെ കാണാൻ പറ്റൂല. ഖുർആനിന്റെ വാഗ്ദാനമാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അല്ലാഹുവിന്റെ വാഗ്ദാനം അല്ലാഹു തള്ളിക്കളയൂല. അല്ലാഹു ഒരു കരാർ നൽകിയാൽ, അല്ലാഹു ഒരു വാഗ്ദാനം നൽകിയാൽ ആ വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നവനല്ല പടച്ച റബ്ബ്. ആ റബ്ബ് പറയാണ്, ആ അല്ലാഹു പറയാണ്, ചെറുപ്പക്കാരാ, വർഗീയ പ്രശ്നങ്ങൾ ഇവിടെ അധികരിക്കുമ്പോ, വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാകുമ്പോ, മതസ്പർദ്ധയുണ്ടാക്കി വർഗീയ കലാപങ്ങൾക്ക് വേണ്ടി ചില ഫാസിസ്റ്റ് ശക്തികൾ ഇവിടെ ഗൂഢമായ തന്ത്രങ്ങൾ മെനയുമ്പോ, ഏത് സമയത്തും ആരുടെ കഴുത്തും വെട്ടപ്പെട്ടേക്കാം, ആരെയും കൊലപ്പെടുത്തിയേക്കാം എന്ന സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ സംരക്ഷണം വേണോ? അല്ലാഹുവിന്റെ സംരക്ഷണം വേണോ? അതിനൊരു പരിഹാരം അല്ലാഹു പറഞ്ഞത്, വഇദാ ഖറഅതൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതേണ്ടത് പോലെ ഓതിയാൽ, എങ്ങനെയാണ് ഓതേണ്ടത് പോലെ ഓതൽ? വറത്തിൽ ഖുർആന തർതീല, ഖുർആൻ ഓതേണ്ടത് പോലെ ഓതുക എന്ന് പറഞ്ഞാൽ അതിന്റെ തജ്വീദിന്റെ നിയമപ്രകാരം ഓതണം, വളരെ ഭംഗിയായി ഓതണം. ചില ആയത്തുകൾ അർത്ഥമാലോചിച്ച് ഓതേണ്ട ആയത്തുകൾ അർത്ഥമാലോചിച്ച് തന്നെ ഓതണം. അതുകൊണ്ടാണ് സ്വഹാബാക്കളിൽപ്പെട്ട ചില ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട്. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ ഞാൻ ഖുർആൻ ഓതാനുള്ള കഴിവെനിക്കുണ്ട്. ഞാൻ മാസത്തിൽ എത്ര തവണയാണ് ഞാൻ ഓതുന്നത്? എങ്ങനെയാണ് ഞാൻ ഓതേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാസത്തിൽ ഒരു തവണ ഒരു ഖത്തം തീർക്കണം. ഒരു തവണ ഒരു ഖത്തം. എത്ര ആളുണ്ട് ഇവിടെ തീർക്കുന്നവർ? ഒരു തവണ ഒരു ഖത്തം, ഒരു ജുസ് അല്ല, ഒരു പേജ് അല്ല, ഒരു ഖത്തം. എത്ര ആളുകളുണ്ട് തീർക്കുന്നവർ? സ്വഹാബി പറഞ്ഞു, കേൾക്കൂ എന്റെ സഹോദരാ, സ്വഹാബി പറഞ്ഞു, ഒരു ഖത്തമോ ഒരു മാസത്തിൽ
അതിനേക്കാളൊക്കെ വേഗത്തിൽ എനിക്ക് ഓതി തീർക്കാൻ പറ്റും നബിയെ, അതിനേക്കാൾ ചുരുങ്ങിയ ദിവസം പറഞ്ഞു തരൂ. എന്നാൽ 15 ദിവസത്തിലൊരു ഖത്തം തീർക്കണം, 15 ദിവസത്തിലൊരു ഖത്തം തീർക്കണം. 15 ദിവസത്തിൽ ഒരു ഖത്തമോ? അതിനേക്കാളൊക്കെ വേഗത്തിൽ എനിക്ക് ഓതാൻ പറ്റും. എന്നാ 10 ദിവസത്തിൽ തീർത്തോ? 10 ദിവസത്തിലൊരു ഖത്തം? അതൊന്നുമല്ല, അതിനേക്കാളും വേഗത്തിൽ എനിക്ക് ഓതാൻ പറ്റും. നബി തങ്ങൾ പറഞ്ഞു, ആഴ്ചയിൽ ഒരു ഖത്തം തീർക്കുമോനെ? സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒരാഴ്ചയിൽ ഒരു ഖത്തമല്ല, അതിനേക്കാളും ഒരാഴ്ചയിൽ 2 ഖത്തമെങ്കിലും ഓതാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞ മറുപടി കേൾക്ക് ചെറുപ്പക്കാരാ, മുത്തുനബി പറഞ്ഞ മറുപടി കേൾക്ക് സഹോദരാ, സഹോദരിമാരെ. നമ്മൾ എന്താ പറയാ, മാസത്തിൽ ഒരു ഖത്തം തീർക്കണം എന്ന് പറയുമ്പോ നബിയെ കൊല്ലത്തിൽ ഒന്നാക്കാൻ വല്ല വഴിയുണ്ടോ? അല്ലെ, നമ്മൾ എങ്ങനെയല്ല ചോദിക്കാ, മാസത്തിലൊരു ഖത്തം ഓതണമെന്ന്. ഉസ്താദെ, കൊല്ലത്തിൽ ഒന്നാക്കി തീർക്കാൻ വല്ല വഴിയുണ്ടോ? അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? എക്സ്ക്യൂസ് ഉണ്ടോ? അത് നമ്മൾ ചോദിക്കുക. അവരെങ്ങനെയല്ല ചോദിച്ചത്, ആഴ്ചയിൽ 2 ഖത്തം തീർത്തോട്ടെ, ഒരു മാസത്തിൽ ഓൺലി 1 ജുസ്, ഒരു ജുസോ, ഞാൻ ആഴ്ചയിൽ 2 തീർത്തോട്ടെ. നബിതങ്ങൾ പറഞ്ഞു, വേണ്ട, ആഴ്ചയിൽ 2 ഖത്തം തീർക്കണ്ട, ദിവസേന ഒരു ഖത്തം ഓതി തീർക്കണ്ട. കാരണം എന്തേ? ഓതുമ്പോൾ, ഇങ്ങനെ ഓതുമ്പോൾ വേഗത്തിൽ ഓതേണ്ടി വരും. വേഗത്തിൽ ഓതുമ്പോൾ അർത്ഥം ആലോചിച്ചില്ല എന്ന് വരാം. ഒരുപക്ഷെ അതിന്റെ തജ്വീദിന്റെ നിയമപ്രകാരം തെറ്റിയേക്കാൻ, അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങാനുള്ള സമയം കിട്ടൂല. അപ്പൊ തെറ്റ് വന്നു പോകും. അതുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു ഖത്തം തീർത്താൽ മതി. ഒരു ദിവസത്തിലൊന്നും വേണ്ട, 4 ദിവസത്തിലൊന്നും വേണ്ട, 5 ദിവസത്തിലൊന്നും വേണ്ട, 6 ദിവസത്തിലൊന്നും വേണ്ട, ആഴ്ചയിൽ ഒരു ഖത്തം തീർത്താൽ മതി. അപ്പൊ സാവധാനം ഓതി അതിന്റെ ആഴങ്ങളിലേക്ക് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി ഓതിയാൽ മതി. ഇതാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ധനവിധങ്ങൾ പഠിപ്പിച്ചു. ഈ ഓത്ത് ഓതിയാലാണ് ഞാൻ പറഞ്ഞു ഈ ഓഫർ കിട്ടുക. وإذا قرأت القرآن قرآن لا تبارك ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. وإذا قرأت القرآن جعلنا بينك وبين الذين لا يؤمنون بالآخرة حجابا مستورا. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എന്റെ ഉമ്മമാരെ, ഈ വാല് പറയുന്നത് നിങ്ങളോടാണ്. നിങ്ങളോടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൈമാറേണ്ട സന്ദേശമാണിത്. എവിടെയാണ് നിങ്ങളുടെ മക്കൾ ഈ വാലിന്റെ സദസ്സിലെത്തിയിട്ടുണ്ടോ, നിങ്ങളാണ് എത്തിക്കേണ്ടത്. വീട്ടിലേക്ക് വരുന്ന മക്കൾക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്ന ഉമ്മമാരെ, കുപ്പായം വാങ്ങിച്ചു കൊടുക്കുന്ന ഉമ്മമാരെ, മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഉമ്മമാരെ, ദുനിയാവിന്റെ നരകത്തിൽ നിന്നാണ് നിങ്ങൾ മക്കളെ രക്ഷപ്പെടുത്തിയത്. ആഖിറത്തിലൊരു നരകമുണ്ട്, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടില്ല. ആഖിറത്തിന്റെ നരകത്തിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തിയിട്ടില്ല. എന്താണ് ഖുർആൻ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ആളുകളെ, അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ മക്കളെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കേണ്ടത്, നരകത്തിലേക്ക് വീഴാതെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. കേൾക്കുന്നുണ്ടോ ഉപ്പമാരെ, ഉമ്മമാരെ? നിങ്ങൾ എന്താ വിചാരിച്ചത്? തസ്ബീഹ് മാല പിടിച്ച് തഹജ്ജുദ് നിസ്കരിച്ച സ്വർഗത്തിലെത്തുന്നോ? വിചാരിക്കണ്ട, ഇംപോസിബിൾ, അത് അസാധ്യമാണ്. നിങ്ങൾ അങ്ങനെ വിചാരിക്കേ വേണ്ട. നിങ്ങൾ നന്നായ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചു, മക്കൾ മോശമായി നിങ്ങൾ നന്നായ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചു? ഇല്ലില്ല. കേൾക്കുവന്റെ സഹോദര, കേൾക്കുവന്റെ ഉമ്മമാരെ, നിങ്ങളൊരു ഹാജിയായിരിക്കാം, വർഷത്തിലൊരു ഉംറ, വർഷത്തിലൊരു ഹജ്ജ്, മാസങ്ങളൊരു ഖത്തം ഖുർആൻ എല്ലാം ഓതി കണ്ട വാലിന്റെ സദസ്സുകളിലൊക്കെ ഇരുന്നിട്ട് ഒരുപാട് നന്മ ചെയ്യുന്ന നിങ്ങൾക്ക്, ഒരുപാട് നന്മ ചെയ്യുന്ന നിങ്ങൾക്ക് നാളെ സ്വർഗം കിട്ടുന്നുള്ള ഉറപ്പ് വേണ്ട. എന്റെ കാരണം ഒന്ന് മാത്രമാണ്, മക്കളെ വളർത്തുന്നതിൽ വീഴ്ച പറ്റിയാൽ സ്വർഗം പ്രതീക്ഷിക്കേ വേണ്ട. 15 വയസ്സ് വരെയാണ് മക്കളെ പഠിപ്പിക്കാൻ അല്ലാഹു സമയം തന്നത്. 15 വയസ്സ് വരെ, 15 വയസ്സ് വരെ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിട്ട് ആ സമയത്ത് സംസ്കാരവും ദീനും പഠിപ്പിക്കാതെ ഭൗതികതയുടെ പിന്നാലെ നമ്മുടെ മക്കളെ കൊണ്ടുപോകുമ്പോൾ ആ മക്കളാണ് നാളെ നരകം വാങ്ങിച്ചു തരുന്നത്. കാരണം എന്തേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വിഷയമാണിത്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു സൗണ്ട് കിട്ടുന്നുണ്ട്. ആ സൗണ്ടാണ് പിടിക്കാതിരിക്കുമ്പോൾ കിട്ടേണ്ടത്. അത് ഇവിടെ വന്ന നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? മാറ്റില്ലേ? ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്, ഇത് ഒഴിവാക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നത്. മൈക്കിനെ കുറ്റം പറയുന്നില്ല, കുറ്റം പറഞ്ഞാൽ സംഘാടകർക്ക് പ്രശ്നമാണ്. ഒരു സ്ഥലത്ത് ഞാൻ ആമയൂര് പട്ടാമ്പി ജില്ലയിൽ കാസർഗോഡ് നിന്ന് വാതിന് പോയതാണ്. വലിയ സദസ്സാണ്. അപ്പോൾ കാഞ്ഞങ്ങാട്ടാർ പോലെ വണ്ടിയിൽ റോഡ് സൈഡിലല്ല, ഇവിടെ ഇരിക്കുന്ന ആളാണ്. നമ്മൾ നാട്ടുകാരായതുകൊണ്ടൊന്നും എനിക്കറിയില്ല. ഇവിടെ വന്ന എല്ലാ സദസ്സും ഇങ്ങനെയാണ് കണ്ടത്. ചുറ്റുഭാഗത്ത് വന്ന എല്ലാ സദസ്സും ഇങ്ങനെ തന്നെയാണ് കണ്ടത്. പിന്നെ സദസ്സിൽ ആളെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. കേൾക്കുന്ന ആള് ഒന്നുണ്ടെങ്കിൽ അത് നന്നാവലല്ലേ നമ്മുടെ ലക്ഷ്യം. അല്ലാഹു നമ്മളൊക്കെ നല്ലവരിൽപ്പെടുത്തട്ടെ. അപ്പോൾ ഞാനവിടെ പോയിട്ട് പടച്ചോനെ മൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പക്ഷെ നാളെ ശബ്ദം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മൈക്ക് എന്ന് പറഞ്ഞാൽ അത്ര പ്രസംഗിക്കുമ്പോൾ തന്നെ വലിയ വരാണ്. അപ്പൊ ഞാൻ ഓപ്പറേറ്ററോട് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഓപ്പറേറ്റർ ചുക്കും അറിയില്ല. കാരണം ഇത് പന്തല് കിട്ടുന്ന ആളൊക്കെ തിരിക്കാനായിരിക്കും. അതാ പ്രശ്നം. ഇത് പഠിച്ചാലല്ലേ ഈ വിഷയം അറിയുള്ളൂ. ഇതൊന്നും പഠിക്കേണ്ട വിഷയം. ഇത് പഠിക്കാതെ പന്തല് കെട്ടുന്ന ആള്, ഷീറ്റ് കെട്ടുന്ന ആള്, ബൾബ് സ്വിച്ച് ഇടുന്ന ആളൊക്കെ ഓപ്പറേറ്ററായി കൊണ്ടുവരും. അപ്പൊ ഇവർക്കൊന്നും തിരിയൂല. ഇവരിങ്ങനെ തിരിക്കും. മനുഷ്യന്മാരിങ്ങനെ പ്രസംഗിച്ച് 2 മണിക്കൂർ ആകുമ്പോൾ താഴ്വാനായി. പിന്നെ 2 ദിവസം നെഞ്ചുവേദന. ഞാൻ അവിടെ ശരിക്കും ദേഷ്യപ്പെട്ടു. ഞാൻ ദേഷ്യപ്പെടാറില്ല. എനിക്ക് ആ സദസ്സ് കണ്ടിട്ട് വിഷമം തോന്നിയിട്ട് ഞാൻ ദേഷ്യപ്പെട്ടു. പിന്നെ സംഘാടകർ ഉസ്താദ് മൈക്കിനെ കുറ്റം പറഞ്ഞു, ഉസ്താദ് ഇങ്ങനെ മൈക്കിനെ കുറ്റം പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി വാത് പറഞ്ഞില്ല, ഞാൻ നിർത്തി പോവാണ്, 1/2 മണിക്കൂർ കഴിഞ്ഞ് നിർത്തി പോവാണ് എന്നാ പിന്നെ അതും പ്രശ്നം. എന്ത് ചെയ്യണം? ആ സംഘാടകർ ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ? നല്ല ഓപ്പറേറ്റർ വെക്കല്, നല്ല മൈക്ക് വെക്കലൊക്കെ. അപ്പൊ അതൊന്നുമില്ല വിഷയം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞത് ഇങ്ങനെ പിടിക്കുമ്പോൾ കിട്ടുന്ന സൗണ്ട് പിടിക്കാതെ കിട്ടിയ റാഹത്തായി. ഇൻഷാ അല്ലാഹ് അതിന് എന്തൊക്കെ മാറ്റണമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ആ മേഖല പഠിച്ചിട്ടില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, എന്റെ സഹോദരിമാർ, നിങ്ങൾ കേൾക്കണം ഈ വിഷയം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ഭാര്യമാരുടെ, നിങ്ങളുടെ മക്കളുടെ ശരീരത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. ഒരു കൈച്ചെയിൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കിട്ടിയവർ കമ്മിറ്റി, ഉറൂസ് കമ്മിറ്റി ഓഫീസിൽ ഏൽപ്പിക്കുക. കൈച്ചെയിന് എവിടെ നിന്നെങ്കിലും വീണ് കിട്ടിയ അതിന് പുറക്കാൻ പോകണ്ട, കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുക്കുക, ഇവിടെ ഏൽപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു എളുപ്പത്തിൽ തിരിച്ച് അല്ലാഹു ആ സഹോദരിക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു അതിനുള്ള വഴി ഒരുക്കി കൊടുക്കട്ടെ. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തു വന്നത് നമ്മൾ മാത്രം നന്നായി, മക്കൾ നന്നായില്ല, സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷ. കാരണം നമ്മുടെ ഭാഗത്ത് വീഴ്ച വന്നാൽ, മക്കളെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ വീഴ്ച വന്നാൽ, സുബ്ഹി നിസ്കരിക്കാതെ കിടന്നിറങ്ങുന്ന മക്കളെ കാണുന്നുണ്ട്, അവരെ വിളിച്ച് നിസ്കരിപ്പിക്കാൻ ഉമ്മമാര് തയ്യാറാവുന്നില്ല. ഉറങ്ങിക്കോട്ടെ, കുഞ്ഞല്ലേ, കുട്ടിയല്ലേ, 18 വയസ്സായിട്ടുണ്ട്, കുട്ടി ഉറങ്ങട്ടെ. നിങ്ങൾ കേൾക്കണോ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ പൊന്നുമോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ കല്യാണം കഴിഞ്ഞിട്ട്, അലി തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ആദ്യ രാത്രി മുതൽ 6 മാസമാണ് വീട്ടിലേക്ക് ചെന്നിട്ട് സുബഹി നിസ്കാരത്തിന്റെ സമയത്ത് അസ്സലാത്തു യാ അഹ്ലൽ ബൈത്ത്, നബി കുടുംബമേ നിസ്കാരം എന്ന് പറഞ്ഞിട്ട് സുബഹി നിസ്കരിക്കാൻ വിളിച്ചിട്ടാണ് നബി തങ്ങൾ പള്ളിയിൽ പോയിരുന്നത്. ആദ്യ രാത്രി മുതൽ. നിങ്ങൾ വിളിക്കാറുണ്ടോ കല്യാണം കഴിഞ്ഞിട്ട്? ഇന്ന് ആദ്യ രാത്രിയിൽ അവർ ഉറങ്ങിയിട്ടുണ്ടാവൂല, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിക്കോട്ടെ. ഈ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് വളരുന്ന മക്കൾ എങ്ങനെ നന്നാവുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നന്നാവും? ഫസ്റ്റ് നൈറ്റ് തന്നെ സുബഹി നിസ്കരിച്ചിട്ടില്ല, അത് വിളിക്കാൻ ഉമ്മയും തയ്യാറായിട്ടില്ല, ഉപ്പയും തയ്യാറായിട്ടില്ല. وهل يرجى لأطفال كمال إذا ارتلعوا خدي الناقصات. وهل يرجى لأطفال كمال إذا ارتلعوا خدي الناقصات. വിവരമില്ലാത്ത അല്ലാഹുവിനെ പേടിയില്ലാത്ത ഉമ്മമാരുടെ മുലപ്പാല് കുടിച്ചു വളരുന്ന മക്കൾ നന്നാകുമെന്നോ പരിപൂർണതയിലെത്തുമെന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നന്നാവും. അല്ലാഹുവിനെ കുറിച്ചും ദീനിനെ കുറിച്ചും പഠിക്കാത്ത ഉമ്മമാര്, അവരുടെ മടിത്തട്ടിൽ വളരുന്ന മക്കൾ നന്നാവുമെന്ന പ്രതീക്ഷ വേണ്ട. അവര് നന്നാവൂല. അവരെ നന്നാവുക എന്ന് പറഞ്ഞാൽ അത്ഭുതം സൃഷ്ടിക്കേണ്ടി വരും. അതുകൊണ്ട് ഉമ്മമാരെ, നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ
സ്വർഗീയ ലോകത്ത് മാതാപിതാക്കൾ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. സ്വർഗത്തിലേക്ക് പോവേണ്ട മാതാപിതാക്കൾ. എന്നാൽ ഇവിടെ തോന്നിവാസം ചെയ്ത് ജീവിച്ച മക്കള് നരകത്തിലേക്ക് പോകുമ്പോഴാണ് അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ, എവിടെയാണ് എന്റെ ഉപ്പ, എവിടെയാണ് എന്റെ ഉമ്മ? സ്വർഗത്തിലാണ്, അവര് സ്വർഗത്തിലോ? ഞാൻ വഴിപിഴക്കാൻ കാരണക്കാരായ, ഞാൻ മോശമാവാൻ കാരണക്കാരായ എന്റെ ഉമ്മയെയും എന്റെ ഉപ്പയെയും കാണിച്ചു താ. ലാ അദ്ഖുലുൽ ജന്ന ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി. എന്റെ ഉപ്പ നരകത്തിൽ കിടക്കാതെ, എന്റെ ഉമ്മ എന്നെക്കാളും മുന്നിൽ നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിലേക്ക് പോകൂല എന്ന് ഇവിടെ തെറ്റ് ചെയ്ത മക്കൾ നാളെ വാശി പിടിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. കേട്ടോ ഉമ്മമാരെ കേൾക്കണം ഈ വിഷയം. നിങ്ങളിവിടെ നന്മ ചെയ്ത് തഹജ്ജുദ് നിസ്കരിച്ച് തസ്ബീഹ് ചൊല്ലി ഖുർആൻ ഓതി ജീവിച്ച നിങ്ങള്, നാളെ സ്വർഗത്തിലേക്ക് പോവേണ്ട നിങ്ങള്, ഇവിടെ കളിയും ആഭാസങ്ങളും കോപ്രാട്ടിത്തരങ്ങളും കാണിച്ചു നടന്ന മക്കള്, അവര് നാളെ നരകത്തിലേക്ക് പോകുമ്പോ അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം, അല്ലാഹുവേ, എവിടെയാണ് എന്റെ ഉപ്പ, എവിടെയാണ് എന്റെ ഉമ്മ? അവര് സ്വർഗത്തിലാണ്. ലാ അദ്ഖുലുൻ നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി. എന്റെ ഉപ്പ എന്നെക്കാളും മുമ്പ് നരകത്തിൽ കിടക്കാതെ, എന്നെ വഴിപിഴപ്പിച്ച എന്റെ ഉമ്മ നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിലേക്ക് കിടക്കൂല എന്ന് മക്കള് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സ്വർഗത്തിലേക്ക് പോവേണ്ട ഉപ്പമാരെ കൊണ്ടുവന്നിട്ട് മക്കളെ പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിച്ചിട്ടുണ്ടോ? സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ടോ? അവർക്ക് നന്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് അള്ളാഹു നോക്കിയ ശേഷം പിഴവ് വന്നിട്ടുണ്ടെങ്കിലേ, പോരായ്മ വന്നിട്ടുണ്ടെങ്കിലേ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവമുള്ള വിഷയമാണിത്. അതുകൊണ്ട് നമ്മൾ മാത്രം നന്നായാൽ മതിയോ? പോരാ, മക്കളെ നന്നാക്കണം. പ്രായപൂർത്തിയെത്തുന്നത് വരെ അവർക്ക് നന്മയും സംസ്കാരവും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പ്രായപൂർത്തി കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ കാര്യം നിങ്ങൾ പറയാം, അത്രയേ ഉള്ളൂ. അവര് തെറ്റ് ചെയ്താൽ നിങ്ങൾ ഉത്തരവാദിയല്ല. പ്രായപൂർത്തിയെത്തുന്നത് വരെ സംസ്കാരം പഠിപ്പിക്കേണ്ടത്, അതവ് പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മഹാനായ ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, 4 മണിക്കൂറുകൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. 4 മണിക്കൂറുകൾ നമ്മുടെ സമയത്തിൽ നമ്മൾ കണ്ടെത്തണം. ഒരു ദിവസത്തിൽ 4 കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന രാത്രി കാണുന്ന ഫുട്ബോളോ അതിനുള്ള സമയം ഇതിലുണ്ടോ? വാട്സപ്പിൽ കളിക്കുന്ന സമയം ഇതിലുണ്ടോ? ഫേസ്ബുക്കിൽ കളിക്കുന്നത്, IPL കാണുന്നത്, ഇതൊക്കെ ഇതിലുണ്ടോ? നമുക്ക് നോക്കാം. 4 കാര്യത്തിന് വേണ്ടിയിട്ടേ നിങ്ങൾ സമയം കണ്ടെത്താൻ പാടുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പറയുന്നുണ്ട്, 1 സഅത്തുൻ യുനാജി ഫീഹാ റബ്ബ. ഒന്നാമത്തേത്, അല്ലാഹുമായിട്ട് ബന്ധം വെക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. അല്ലാഹുമായിട്ട് ബന്ധം വെക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. എങ്ങനെയാണ് അല്ലാഹുമായിട്ട് ബന്ധം വെക്കുന്നത്? ഖുർആൻ ഓതുന്നത്, ദുആ ചെയ്യുന്നത്, നിസ്കരിക്കുന്നത്, അതുപോലെ ദിക്ർ ചൊല്ലുന്നത്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, ഖുർആൻ ഓതുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സഅത്തുൻ യുനാജി ഫീഹാ റബ്ബഹു. അല്ലാഹുമായിട്ട് അഭിമുഖം നടത്താനുള്ള സമയം കണ്ടെത്തണം. വസഅത്തുൻ യുഹാസിബു ഫീഹാ നഫ്സഹു. സ്വന്തം ശരീരത്തെ വിചാരണ നടത്താൻ ഒരു സമയം കണ്ടെത്തണം. സ്വന്തം ശരീരത്തെ വിചാരണ നടത്താൻ ഒരു സമയം കണ്ടെത്തണം. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്റെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കാട്ടിക്കൂട്ടിയത്? നന്മയാണോ കൂടുതൽ, തിന്മയാണോ കൂടുതൽ? ഇതിനു വേണ്ടിയിട്ടും നമ്മൾ സമയം കണ്ടെത്തണം. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കാനുള്ള സമയം കണ്ടെത്തണം. രാത്രിയാകുന്നുണ്ട്, പകലാകുന്നുണ്ട്, ആകാശങ്ങളുണ്ട്, ഭൂമിയുണ്ട്. ആരാണ് ഈ ആകാശങ്ങൾ സൃഷ്ടിച്ചത്? ഇത്രയും ചെറിയൊരു സദസ്സ് നിർമ്മിക്കാൻ ഇത്രയും 100 കണക്കിന് തൂണുകളാണ് ഇവിടെ ഉപയോഗിച്ചത്. പ്രശാന്തമായി സമാന്തരമായി നീണ്ടുകിടക്കുന്ന ആകാശങ്ങൾക്ക് ഒരു തൂണ് പോലും ഇല്ലല്ലോ. ഇത് ആരാണ് സൃഷ്ടിച്ചത്? രാത്രിയാകുന്നുണ്ട്, പകലാകുന്നുണ്ട്, ഇത് ആരാണ് സൃഷ്ടിച്ചത്?
സൃഷ്ടിച്ചത്. രാവിലെ ഉദിച്ചു വരുന്ന സൂര്യൻ വൈകുന്നേരമാകുമ്പോൾ അസ്തമിക്കുന്നുണ്ടല്ലോ. എന്നാൽ ജനിച്ച എനിക്കൊരു മരണമുണ്ടല്ലോ. ഒന്നാമത്തെ രാത്രി ചെറിയ കഷ്ണമായിട്ട് ചന്ദ്രൻ വരുന്നുണ്ടല്ലോ. 14 ആകുമ്പോൾ ഒരു പൂർണ്ണമായ ചന്ദ്രനാകുന്നുണ്ടല്ലോ. ഒരു 20 ആകുമ്പോഴേക്കും ആ ചന്ദ്രൻ അപ്രത്യക്ഷമാകുന്നുണ്ടല്ലോ. എന്നാൽ എന്താണ് ഈ സൂചന നൽകുന്നത്? ചെറിയ കുട്ടിയായി വളർന്ന് ഞാനും ഒരു വയസ്സനായി മരിക്കാൻ പോവുകയാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കാൻ സമയം കണ്ടെത്തണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അധ്വാനിക്കാനുള്ള സമയം കണ്ടെത്തണം, ജോലി ചെയ്യാനുള്ള സമയം കണ്ടെത്തണം. ദുനിയാവും വേണം, ആഖിറം വേണം. ചെയിൻ കിട്ടിയ അൽഹംദുലില്ലാഹ്, ചെയിൻ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ആരും കുറക്കാൻ പോകണ്ട. ഓഫീസുമായി ബന്ധപ്പെട്ട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സമയം ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞു, 11 മണി. പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അഭിപ്രായമില്ലേ? നേരത്തെ തുടങ്ങുന്ന അഭിപ്രായം കണ്ടു. ഒരു അരമണിക്കൂർ ഞാൻ പറയണോ? നിങ്ങൾ ഇരിക്കുവോ? ഇത്രയും തന്നെ വലിയ ഭാഗ്യം. ഒരു അരമണിക്കൂർ കൂടി അല്ലാഹു ബഹുമാനപ്പെട്ട കബീർ വൈസി ഉസ്താദിന്റെ കൂടെ. അതെ, എനിക്ക് നാളെ ഖുതുബ ഉണ്ട് രാവിലെ. ചെറുവത്തൂരാന്ന് നാട്ടിൽ പോയിട്ട് രാവിലെ ഖുതുബക്കൊക്കെ വരാനുള്ളതാണ്. ഒരു അരമണിക്കൂർ ഞാൻ പറയാം. ഞാൻ വിഷയം ഒന്നും പൂർത്തിയായിട്ടില്ല, തുടങ്ങിയ വിഷയത്തിലേക്ക് എത്തിയിട്ടില്ല. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. തുടങ്ങിയ പക്ഷെ അതിൽ അരമണിക്കൂർ കൂടി ഞാൻ വേഗം പറയാം. സ്പീഡ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ആമുഖം പറയാത്തത്. ഒക്കെ ചുരുക്കിയിട്ട് അതൊക്കെ പറയുന്നതിന് ഈ സമയം മാക്സിമം വാതിന് തന്നെ ഉപയോഗിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ഏതായാലും അരമണിക്കൂർ കൂടി. അപ്പൊ എന്റെ ഉമ്മമാരോട് എനിക്ക് 4 കാര്യത്തിന് സമയം കണ്ടെത്തണം എന്നാണ്. 4 കാര്യത്തിലൊന്ന് അള്ളാഹുമായിട്ടുള്ള അഭിമുഖം. അതൊക്കെ ഈ ഖുർആൻ ഓതുന്നതും ദിക്ർ ചൊല്ലുന്നതൊക്കെ അതിൽപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം, നിന്റെ ശരീരത്തെ ഒന്ന് വിചാരണ നടത്താൻ. രാത്തുറങ്ങുമ്പോൾ ഒരു വിചാരണ. 3 അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കാൻ. 4 ഭക്ഷണത്തിനും പാചകത്തിനും ഭക്ഷണം കണ്ടുപിടിക്കാനും സമ്പാദിക്കാനും എല്ലാറ്റിനും സമയം. ഇതിന് 4-നല്ലാതെ സമയം നിങ്ങൾ കണ്ടെത്തരുത്. അപ്പോൾ എവിടെയാണ് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനുള്ള സമയം? ചാറ്റ് ചെയ്ത് ഉസ്താദുമാരോട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെയാണ് ഈ കാലം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ പറയട്ടെ, എന്തിനാണ് ഉസ്താദുമാരോട് ചാറ്റ് ചെയ്യുന്നത്? വഅദ് പറയുന്നവരായാലും പറയാത്തവരായാലും എന്ത് സംശയമുണ്ടാവട്ടെ, എന്ത് മണ്ണാങ്കട്ടയുണ്ടെങ്കിലും എന്തിനാണ് ഉസ്താദുമാർക്ക് വിളിക്കുന്നത്? എന്തിനാ സംശയം ചോദിക്കാൻ ഉസ്താദുമാർക്ക് വിളിക്കുന്നത്? ആരാ പറഞ്ഞത്? അത് പറയുന്ന ഉസ്താദുമാരാവട്ടെ, ഇത് ഓൺലൈനിലൂടെ കേൾക്കുന്നത് കൊണ്ടും ഓൺലൈൻ സംവിധാനമായതുകൊണ്ടും തന്നെയാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ഒരു ട്രെൻഡ്. വാല് പറയുന്ന ഉസ്താദുമാർ, വാല് പറയാത്ത ഉസ്താദുമാർ, പള്ളിയുടെ ഖതീബന്മാർ, എന്തിനാണ് എന്റെ സഹോദരിമാരെ നിങ്ങൾ അങ്ങനെ വിളിക്കുന്നത്? വാട്സപ്പിൽ എന്തിനാണ് ചാറ്റ് ചെയ്യുന്നത്? ഫേസ്ബുക്കിൽ എന്തിനാണ് ചാറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആങ്ങളമാരോട് പറഞ്ഞുവിട്, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞുവിട്, നിങ്ങളുടെ ഉപ്പമാരോട് പറഞ്ഞുവിട്. അല്ലാതെ ഹറാമല്ലാതെ പിന്നെ എന്താണത്? നമ്മളിങ്ങനെ വേല പറയാ. പെണ്ണെ നീ ചാറ്റ് ചെയ്യരുത്, ചെറുപ്പക്കാരെ അവിഹിത ബന്ധം വെക്കരുത്, എന്നിട്ട് നമ്മൾ തന്നെ സംസാരിക്കാൻ നിന്നാലോ? അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് വളരെ കർശനമായി ഞാൻ പറയാണ്, അള്ളാഹുവിന്റെ ശാപമുണ്ടാകുന്ന, അള്ളാഹു ശിക്ഷ തരുന്ന വിഷയങ്ങളാണിത്. ഉസ്താദുമാരോട് സംസാരിക്കൽ അനുവദനീയമല്ല. ആരാണ് പറഞ്ഞത്? ഫേസ്ബുക്കിലുള്ള മെസ്സഞ്ചറിലൂടെ, വാട്സപ്പിലുള്ള ചാറ്റിംഗ്, ഒരു ചാറ്റിംഗും ഒരു സലാം പറയലും അനുവദനീയമല്ല. നിങ്ങൾ സംശയം ചോദിക്കാനും വിളിക്കും വേണ്ട, ഒരാളുമായി ബന്ധം വെക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഉപ്പയോട്, നിങ്ങളുടെ ഭർത്താവിനോട്, നിങ്ങളുടെ ആങ്ങളമാരോട്, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ സംശയം ചോദിച്ച് എഴുതിവിടുക. അതിനുള്ള മറുപടി ഉസ്താദ് മക്കളോട് നൽകും. അല്ലാതെ ഫോൺ മുഖേനയുള്ള ബന്ധം അത് നാശങ്ങൾക്കാണ് ഇവിടെ കാരണമാവുന്നത്. അപകടങ്ങളാണ് വരുത്തിവെക്കുന്നത്. അത് അപകടങ്ങളെ ഇവിടെ വരുത്തിവെച്ചിട്ടുള്ളൂ. പുതിയ ട്രെൻഡാണ് അതൊക്കെ, പുതിയ ട്രെൻഡാണ്. ഒരു ട്രെൻഡ്. എന്ത് ട്രെൻഡ് ഇത്? ആഭാസങ്ങളുടെ ട്രെൻഡോ? എന്ത് ട്രെൻഡ് ഇത്? ആരാ ഈ ട്രെൻഡൊക്കെ പഠിപ്പിച്ചത്? അതുകൊണ്ട് ഉമ്മമാരെ, വിഷയം വളരെ ഗൗരവമാണ്. തന്റെ ഭർത്താവ് അറിയാതെ ചാറ്റ് ചെയ്യുന്നതും ഭർത്താവിന്റെ സമ്മതമാണെങ്കിൽ ആ ഭർത്താവിനെയാണ് ദയ്യൂസ് എന്ന് പറയുന്നത്. ആരാണ് ദയ്യൂസ്? ദയ്യൂസ് എന്ന് പറയുന്നത് ആരാ? സ്വന്തം ഭാര്യ അവിഹിത ബന്ധം വെക്കുന്നത് അറിഞ്ഞിട്ട് മിണ്ടാതെ കുത്തിയിരിക്കുന്നവനാണ് ദയ്യൂസ്.
ദയ്യൂസിന്റെ മുന്നിൽ അല്ലാഹു സ്വർഗ്ഗം കൊട്ടിയടക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ദയ്യൂസ് ആരാ? ദയ്യൂസ് സ്വന്തം ഭാര്യ അവിഹിത ബന്ധം വെക്കുന്നതറിഞ്ഞാൽ, അഥവാ അവിഹിത ബന്ധം എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധം മാത്രമല്ല, സംസാരിക്കുന്നത്, ചാറ്റ് ചെയ്യുന്നത്, കാണുന്നത്, മിണ്ടുന്നത്, ഇതൊക്കെ അറിഞ്ഞിട്ടൊരു ഭർത്താവിന് കുഴപ്പമില്ലേ? ഭർത്താവേ, നിങ്ങളാണ് ദയ്യൂസ്. ദയ്യൂസിന് അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുകയാണ്, സ്വർഗ്ഗം ഹറാമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സംശയ നിവാരണത്തിനായിട്ട് നിങ്ങൾ വിളിക്കരുത്. അന്യ പുരുഷന്മാരുമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. എന്താണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് പെണ്ണിനെ പരിചയപ്പെടുത്തിയത്? ഏത് പെണ്ണിനെ കുറിച്ചാണ് അല്ലാഹു നല്ല പെണ്ണ് എന്ന് പറഞ്ഞത്? മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയാണ് നിങ്ങൾ മാതൃകയാക്കേണ്ടത്. ആരാണ് ഈ ഉമ്മു സുലൈം എന്ന് പറഞ്ഞാൽ? ഉമ്മു സുലൈം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബിന് 10 വർഷക്കാലം ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. അനസ് തങ്ങളുടെ ഉമ്മയാണ്. അനസ് തങ്ങളുടെ മാതാവായ ഉമ്മു സുലൈം ആ മഹദിയുടെ ഭർത്താവ് മരിച്ചപ്പോഴാണ് ഒരുപാട് ആളുകൾ കല്യാണ ആലോചനയുമായി വന്നത്. കല്യാണം കഴിക്കുമോ? എന്നെ കല്യാണം കഴിക്കുമോ? എല്ലാം നിരസിച്ചു. അബൂ തൽഹ വന്നു, എന്നെ കല്യാണം കഴിക്കും. അബൂ തൽഹ മുസ്ലിമല്ല, ബഹുദൈവ വിശ്വാസിയാണ്. അപ്പോഴാണ് അബൂ തൽഹയോട് പറഞ്ഞത്, നിങ്ങളെപ്പോലെയുള്ള ആളുകളെ ഞാൻ എങ്ങനെയാണ് മടക്കുക? നിങ്ങൾ എനിക്ക് വലിയ വലിയ മഹർ തരേണ്ട. നിങ്ങളുടെ മഹർ നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാം. ഇനിയിപ്പോ അങ്ങോട്ടോടാണ് അല്ലേ? അങ്ങോട്ടോടാണ്. അന്നിങ്ങോട്ട് കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചപ്പോ മുസ്ലിമായാൽ അത് തന്നെയാണ് നിങ്ങളുടെ മഹർ, വേറൊരു മഹർ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അത് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിമായിട്ടുണ്ട് കല്യാണം കഴിച്ചപ്പോ ഇന്ന് മതമെന്ത് പ്രശ്നം? മതമാർക്കാണ് വേണ്ടത്? ഉപ്പയാർക്കാണ് വേണ്ടത്? ഉമ്മയാർക്കാണ് വേണ്ടത്? നാട്ടുകാര് പറഞ്ഞാലും കുഴപ്പമില്ല, പ്രശ്നം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, ഞാൻ എന്റെ കാമുകന്റെ കൂടെ പോകട്ടെ. അവൾ കല്യാണം കഴിഞ്ഞവരുണ്ട്, മക്കളുള്ളവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ഭർത്താക്കന്മാര് നാട്ടിലില്ലാത്തവർ, ഭർത്താക്കന്മാരെ അയച്ചു തരുന്ന ക്യാഷ് കൊണ്ട് കാമുകന്മാരെ പോറ്റി വളർത്തുന്ന ഭാര്യമാരുണ്ടല്ലോ. അതൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു വിഷയം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഏത് പെണ്ണാണ് നല്ല പെണ്ണെന്നറിയോ? ഏത് പെണ്ണിനെയാണ് നല്ല പെണ്ണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തിയിരുന്നറിയോ? ആ പെണ്ണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ സ്വന്തം ഭർത്താവിനെ അല്ലാതെ മറ്റൊരാൾ ആ പെണ്ണ് ആലോചിച്ചിട്ടില്ല. ഭർത്താവ് നൽകുന്ന സമ്പാദ്യങ്ങളെ വളരെ മാന്യമായ രീതിയിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അയാൾ ഉപയോഗിച്ചിട്ടുള്ളൂ, ആ പെണ്ണ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇങ്ങനെയുള്ള പെണ്ണ് നല്ല പെണ്ണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവ് സാമ്പത്തികമായി നാട്ടിൽ നിന്നൊരു 10,000-15,000 രൂപ കൊടുത്തയച്ചാൽ അതിൽ കാമുകന്മാരെ പോറ്റി പുലർത്തുന്ന ഭാര്യയുണ്ട്. തമാശയല്ല. ഭർത്താവ് നാട്ടിൽ നിന്ന് ഗൾഫിലാണ്. 2 വർഷം കഴിഞ്ഞ് ഭർത്താവ് തിരിച്ചു വരുമ്പോ ഭർത്താവ് അയച്ച തുകയിൽ നിന്ന് ഒരു പിടിത്തുക കാമുകന്മാർക്ക് റീചാർജ് ചെയ്യാൻ, അവർക്ക് പാർട്ടി കൊടുക്കാൻ, അവർക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാൻ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന 1-2 100 കണക്കിന് പെണ്ണുങ്ങളുടെ കഥകൾ അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, പേര് പറയുന്നത് നമ്മുടെ ഉദ്ദേശമല്ല, പേര് പറഞ്ഞിട്ട് ഒരാളെയും ഇൻസൾട്ട് ചെയ്യുന്നത് നമ്മുടെ ഉദ്ദേശമല്ല. നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള ആഭാസങ്ങൾ നിർത്തലാക്കണം, ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ നിർത്തലാക്കണം. എന്റെ പെണ്ണ് സഹോദരി, നിന്റെ ജീവിതം നശിച്ചിട്ട് നിനക്ക് ഭർത്താവും കാമുകനുമില്ലാതെ നിന്റെ മക്കൾ പോലുമില്ലാതെ ഏതെങ്കിലും ഒരു മുക്കുമൂലയിലേക്ക് ഒതുങ്ങാൻ സമയം വേണോ? ഒരു സ്ക്രീൻഷോട്ട് പോരെ. ഭർത്താക്കന്മാരറിയാതെ ചാറ്റ് ചെയ്യാൻ എളുപ്പമാണ്. എന്നാൽ നീ ചാറ്റ് ചെയ്ത രംഗങ്ങള് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിന്റെ ഭർത്താവിന് അയച്ചാൽ മതി, നിന്റെ കുടുംബക്കാർക്ക് അയച്ചാൽ മതി. അതോടെ നിന്റെ ജീവിതം കഴിഞ്ഞോ? നിന്റെ കുടുംബക്കാരൻ നിന്നെ നിയന്ത്രിച്ചോ? നിന്റെ ഭർത്താവ് നിന്നെ തൊലാക്ക് ചൊല്ലി എത്ര സംഭവങ്ങൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലുണ്ട്. ഇത് പറയാതിരിക്കാൻ പറ്റുമോ സഹോദര? ഭർത്താവ് ഗൾഫിലാണ്, ഭാര്യ കണ്ടവന്റെ കൂടെ കാറിൽ കറങ്ങുകയാണ്. ഭർത്താവ് അറിഞ്ഞ് നാട്ടിലേക്ക് വന്നു, ഭാര്യയെ തൊലാ
ത്വലാഖ് ചൊല്ലി. ഭർത്താവിന് ഭാര്യയില്ല, കാമുകനാണെങ്കിൽ ഭർത്താവിന് ഭാര്യയെ സ്വീകരിക്കുന്നില്ല. ഒരു കുഞ്ഞുമോൾ, ഒരു കുഞ്ഞുമായിട്ട് ചെറിയ 25 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരി വീട്ടുകാരുടെ തടങ്കലിൽ കാലാകാലം ഭർത്താവില്ലാതെ കാമുകനില്ലാതെ ഒരു ജയിലറെ പോലെ പ്രയാസം അനുഭവിക്കേണ്ട ഈ ഒരു ദാരുണമായ ദയനീയമായ അവസ്ഥ നീ ചോദിച്ചു വാങ്ങിയതല്ലേ? നിനക്ക് നല്ലൊരു ഭർത്താവ് ഉണ്ടായിട്ടുണ്ട്, നിന്നെ സാമ്പത്തികമായി സഹായിക്കുന്ന, നിനക്ക് സ്നേഹം തരുന്ന, നിനക്ക് വസ്ത്രം വാങ്ങിച്ചു തരുന്ന, നിനക്ക് സന്തോഷം മാത്രം വാങ്ങിച്ചു തരുന്ന ഒരു പൊന്നു ഭർത്താവുണ്ടായിട്ട് ഭർത്താവിനെ വഞ്ചിച്ചപ്പോ കാലാകാലം ഭർത്താവില്ലാതെ നിനക്ക് നിന്റെ രഹസ്യങ്ങളും നിന്റെ പരസ്യങ്ങളും നിന്റെ ടെൻഷനും നിന്റെ ദുഃഖവും പങ്കുവെക്കാൻ ഒരാളില്ലാതെ ഒരു വീടിന്റെ മൂലയിലേക്ക് നീ ഒതുങ്ങാനുള്ള കാരണം നീ ചെയ്ത് കൂട്ടിയ എടുത്തുചാട്ടമല്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ള എടുത്തുചാട്ടങ്ങൾക്ക് നിൽക്കരുതെന്റെ സഹോദരിമാരെ. ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി ജീവിതത്തിന്റെ സുഖങ്ങളെ വിളിച്ചെറിയരുത്, ജീവിതത്തിന്റെ സുഖങ്ങളെ നിങ്ങൾ തകർക്കരുത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന ആളുകൾക്ക് അല്ലാഹു തആല ദുനിയാവിലും സുഖം നൽകും, ആഖിറത്തിലും സുഖം നൽകും. ദുനിയാവിൽ സുഖം വേണ്ട എന്ന് വെക്കണോ? വേണ്ട. ദുനിയാവിൽ സുഖം ഉണ്ടായിക്കോട്ടെ, എന്താ കുഴപ്പം? പൈസ വേണ്ടേ? സമ്പാദ്യം വേണ്ടേ? സമ്പാദിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? മുതലാളി ആവണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? വലിയ വീട് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുണ്ടോ? അങ്ങനൊന്നുമില്ലേ? നമ്മുടെ സമ്പത്തിനനുസരിച്ച് വീട് എടുക്കുന്നതിലും കുഴപ്പമില്ല, വണ്ടി എടുക്കുന്നതിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഒന്ന് പറയാം, നിങ്ങൾ 2 കോടിയുടെ വീട് എടുക്കുമ്പോൾ പള്ളിക്ക് പിരിവിനൊന്നും ഒരു 5 ലക്ഷം കൊടുക്കാനുള്ള സന്മനസ്സെങ്കിലും നിങ്ങൾ കാണിക്കണം. അത്ര എനിക്ക് പറയാനുള്ള ആവശ്യം. ലാ ഇസ്റാഫ ഫിൽ ഖൈർ വലാ ഖൈറ ഫിൽ ഇസ്റാഫ്. നല്ല കാര്യത്തിൽ ഇസ്റാഫില്ല, ഇസ്റാഫിൽ നന്മയുമില്ല. എടുക്കുന്നത് നല്ല കാര്യമാണ്, വണ്ടി എടുക്കുന്നതും നല്ല കാര്യമാണ്, ഭക്ഷണം നൽകുന്നതും നല്ല കാര്യമാണ്, അതിൽ ഇസ്റാഫില്ല. ഒരാൾക്ക് എങ്ങനെയുള്ള വീട് വെക്കാനാണ് ഒരാൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള വീട് വെക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയുന്നത് 2 കോടിയുടെ 3 കോടിയുടെ ഒക്കെ വീട് നിർമ്മിക്കുമ്പോ പാവങ്ങളായ ആളുകൾ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ, വീട്ടിലേക്ക് വല്ല പിരിവിനും വരുമ്പോൾ അവരെ ആട്ടി ഓടിക്കരുത്. നിങ്ങളുടെ വീടിന്റെ ആവറേജ് വെച്ചിട്ട് നല്ലൊരു തുക തന്നെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് ദുആ ചെയ്യാൻ പറഞ്ഞത്? റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിലും ആഖിറത്തിലും വിജയം തരണേ അല്ലാഹ്. ആഖിറത്തിൽ മാത്രമല്ല, ആഖിറത്തിൽ മാത്രം വിജയിച്ചാൽ പോരാ, ദുനിയാവിലും ആഖിറത്തിലും വിജയം തരണേ എന്ന് ദുആ ചെയ്യാനാണ് അല്ലാഹു പറഞ്ഞത്. സമ്പാദ്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, വണ്ടി ഉണ്ടായിക്കോട്ടെ, വീടുണ്ടായിക്കോട്ടെ, സുഖങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതൊന്നും കുഴപ്പമല്ല. പക്ഷെ അതൊക്കെ ഉണ്ടാകുമ്പോ അല്ലാഹുവിനെ മറക്കരുത്. ഖുർആൻ ഓതുന്ന ആളുകൾക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകുമെന്നാണ്, അല്ലാഹു സംരക്ഷിക്കുമെന്നാണ്. ആ ഉമ്മു ജമീൽ എന്ന് പറയുന്ന അബൂലഹബിന്റെ ഭാര്യയെ അല്ലാഹു സംരക്ഷിക്കാനുള്ള കാരണം അല്ലാഹുവിന്റെ ഹബീബ് ഖുർആൻ ഓതുന്ന ആളായതുകൊണ്ടാണ്. ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. രണ്ടാമതൊരു വിഷയം പറഞ്ഞു, നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം നിങ്ങൾ നിലനിർത്തണേ. നിസ്കാരം നിലനിർത്തിയാലും നിങ്ങൾക്ക് ഒരുപാട് ലഭിക്കാനുണ്ട്. നിസ്കാരം നിലനിർത്തിയാൽ എന്തൊക്കെയാണ് നേട്ടങ്ങള്? ദുനിയാവിലുള്ള നേട്ടങ്ങളുണ്ട്, ആഖിറത്തിലുള്ള നേട്ടങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നിങ്ങൾ നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ വീട്ടുകാരോട് നിസ്കരിക്കാൻ പറയണേ. നഹ്നു നർസുഖുക, എന്നാൽ നിങ്ങൾക്കുള്ള റിസ്ഖ് ഞാൻ തരാം. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ വീട് തരാം, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം, നിങ്ങൾക്ക് ഞാൻ വസ്ത്രം തരാം, നിങ്ങൾക്ക് ആവശ്യമുള്ള റിസ്ഖ് ഞാൻ തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ ഒരു ഡിമാൻഡാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാ. നിങ്ങളുടെ ഭാര്യമാരോട് നിസ്കരിക്കാൻ പറയണം, ഭർത്താക്കന്മാരോട് നിസ്കരിക്കാൻ പറയണം. നിങ്ങളുടെ മക്കൾ നിസ്കാരം നഷ്ടപ്പെടുത്താൻ പാടില്ല, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങാൻ പാടില്ല. 12 മണി വരെ കളി കണ്ടിട്ട്, 12 മണി വരെ കളിച്ചിട്ട് 1 മണിക്കോ 2 മണിക്കോ വന്ന് കിടന്നുറങ്ങുന്ന നമ്മുടെ മക്കള് സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയ ആ വീട്ടിൽ ശാപമല്ലാതെ പിന്നെ എന്താണ് ഉണ്ടാവുന്നത്?
നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് കുടുംബക്കാരോട് നിസ്കരിക്കാൻ കൽപ്പിച്ചാലോ. നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഞാൻ തരാം. ഞാൻ നിങ്ങളോട് ഭക്ഷണം ചോദിക്കൂല, നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കണ്ട, ഞാൻ നിങ്ങളോട് ഭക്ഷണം ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള റിസ്ക് ഞാൻ തരാം. ഇത് നിസ്കാരം നിലനിർത്തിയാലുള്ള നേട്ടമാണ്. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ 4 കാര്യം. ഒന്നാമത്തേത് ഖുർആൻ ഓതലാണ്. ഖുർആൻ ഓതുന്ന ആളുകൾക്ക് ഖബർ ശിക്ഷയുണ്ടാവൂല. രണ്ടാമത്തേത് മുഹാഫലത്തുസ് സ്വലാ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ അവർക്കും നാളെ ഖബറിൽ ശിക്ഷയുണ്ടാവൂല. അവരുടെ ഖബറിടം വിശാലമാക്കപ്പെടുമെന്നും അവരുടെ ഖബറിടത്തിലേക്ക് പ്രകാശമുണ്ടാകുമെന്നും സ്വർഗീയ കവാടങ്ങൾ അല്ലാഹു തുറന്നു തരുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിസ്കാരം നിലനിർത്തുന്ന ആളുകളുടെ കച്ചവടം നഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ദുനിയാവിലും അവർ വിജയികളാണ്, ആഖിറത്തിലും അവർ വിജയികളാണ്. ഇന്ന് കാണുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്ക്, ഇന്ന് കാണുന്ന കടങ്ങൾക്ക്, ഇന്ന് കാണുന്ന മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്തെന്നറിയോ? ഓതേണ്ടതുപോലെ ഖുർആൻ ഓതാത്തതാണ്, നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കാത്തതാണ്. നിസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആളുകൾ പിന്നെയുമുണ്ടല്ലോ നിസ്കരിച്ചാലുള്ള നേട്ടങ്ങള്. എന്താണ്? വ്യഭിചാരത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും, തിന്മയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലാഹു പറഞ്ഞതുപോലെ ആ ഒരു മാധുര്യത്തോടെ, ആ ഒരു ടേസ്റ്റോടെ, ആ ഒരു ലഹ്വത്തോടെ, ആ ഒരു രസത്തോടെ നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലാഹു തആല ആ നിസ്കാരം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ സമാധാനം നൽകും. തെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നൂല, വ്യഭിചരിക്കാൻ നിങ്ങൾക്ക് തോന്നൂല, കളിയുടെ അഡിക്റ്റ് ആവൂല, പ്രേമിക്കാൻ തോന്നൂല, പ്രണയിക്കാൻ തോന്നൂല. അതേപോലെ സൈറ്റുകൾ കിട്ടുമ്പോൾ, മൊബൈൽ ഫോണുകൾ കയ്യിൽ കിട്ടുമ്പോൾ ഇഷ്ടംപോലെ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ടായിട്ട് തോന്നിവാസങ്ങളിലേക്ക് പോവാൻ നിങ്ങൾക്ക് കഴിയൂല. എന്തുകൊണ്ട്? നിസ്കാരം നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, വഅൻഫഖൂ മിന്നാ റസഖ്നാഹും സിർറൻ വഅലാനിയ. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും സംഭാവന ചെയ്താൽ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെലവഴിച്ചാൽ അല്ലാഹു നൽകുന്നത് യർജൂന തിജാറതൻ ലാ തബൂർ. സദഖയുടെ കാര്യം പറയണോ, സംഭാവനയുടെ കാര്യം പറയണോ? ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ അതിഞ്ഞാലുകാരാണോ അല്ലേ എന്ന് എനിക്കറിയില്ല, ഈ നാട്ടുകാരാണോ അല്ലേ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരുപാട് സ്ത്രീകൾ ഇവിടെ അതിഞ്ഞാലുകാരികളായ ഒരുപാട് സ്ത്രീകൾ ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. നമ്മുടെ അതിഞ്ഞാല് പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഒരു പദ്ധതിയുണ്ട്, 1 കോടിയുടെ പദ്ധതിയാണത്. നീലേശ്വരത്തിൽ ബിൽഡിംഗ് എടുക്കാൻ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി, പള്ളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീലേശ്വരത്തിൽ ബിൽഡിംഗ് എടുക്കണമെന്നുള്ള താല്പര്യമുണ്ട്. 50 ലക്ഷത്തോളം രൂപ സ്വരൂപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെയാണ് കൊടുത്തത്, പെണ്ണുങ്ങൾ തന്നെയാണ് കൊടുത്തത്, നാട്ടിലുള്ള മുതലാളിമാർ തന്നെയാണ് കൊടുത്തത്. എന്നാൽ നിങ്ങൾക്ക് ഇനിയും സുവർണാവസരമുണ്ട്. നിങ്ങളുടെ അവസരം എന്താണെന്ന് മനസ്സിലാക്കണേ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്പാദ്യമാണ്, നിങ്ങൾ ഉണ്ടാക്കിയതല്ല. അന്ന് ഗൾഫിൽ അബൂദാബിയിലും ദുബായിലും ഷാർജയിലും കുവൈറ്റിലും ഖത്തറിലും ഒമാനിലും ഓരോ രാഷ്ട്രങ്ങളിലും ഓരോ ഷോപ്പുകളും ഓരോ ടെക്സ്റ്റൈൽസുകളും ഓരോ മാളുകളും കഫ്റ്റീരിയകളും തുടങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യമല്ലയത്, അല്ലാഹു തന്നതാണ്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും നിങ്ങൾ ചെലവഴിച്ചാൽ നിങ്ങൾക്കുള്ള നേട്ടം എന്ത്? കേൾക്കൂ സഹോദരാ, ഞാൻ എന്റെ വാക്ക് നിർത്താൻ പോവുകയാണ്, നിങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഞാൻ എന്റെ വാക്കുകൾ വിസമ്മതിക്കാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, സംഭാവന ചെയ്യുന്ന ആളുകൾ, സമ്പാദ്യങ്ങളിൽ നിന്ന് ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ആളുകൾ അല്ലാഹു തആല പരിശുദ്ധനായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്തിന്റെ ശബ്ദം പോരാ, സ്വലാത്തിന്റെ ശബ്ദം പോരാ. നിങ്ങൾ സ്വതക്ക നൽകിയാൽ അസുഖങ്ങളിൽ നിന്ന് നിങ്ങളെ അല്ലാഹു സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്.
എന്തൊക്കെയാണ് നേട്ടങ്ങളെന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഞാൻ നിങ്ങൾക്ക് നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നത് നഷ്ടമില്ലാത്ത കച്ചവടമാണ്. ഒന്നാമത്തെ കച്ചവടം ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ ലാഭം നിങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ ലഭിക്കുമെന്നതിൽ സംശയമില്ല. രണ്ടാമത്തെ ലാഭം കേൾക്കണോ? അല്ലാഹുവിന്റെ മാലാഖമാര് ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ. അല്ലാഹുവേ നിന്റെ ദീനിയായ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം നൽകണമേ അല്ലാഹ്. 1,00,000 നൽകുന്നതെങ്കിൽ അല്ലാഹു 2,00,000 ലഭിക്കാനുള്ള വഴിയുണ്ടാക്കി തരും. തമാശയല്ല. 1,00,000 നിങ്ങൾ നൽകുന്നതെങ്കിൽ 2,00,000 നിങ്ങൾക്ക് ലഭിക്കാനുള്ള വഴി അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തരും. തമാശയല്ല, ഇത് ഹദീസാണ്. അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ, അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ. അല്ലാഹുവേ ചെലവഴിക്കുന്ന ആളുകൾക്ക് പകരം നൽകണമേ അല്ലാഹ്. 1,00,000 നൽകിയാൽ, 50,000 നൽകിയാൽ, 10,000 നൽകിയാൽ, ഒരു സ്വർണ്ണവള നൽകിയാൽ, ഒരു അലിക്കത്ത് നൽകിയാൽ, ഒരു കൈശേണ് നൽകിയാൽ, ഒരു മാല നൽകിയാൽ, നിങ്ങളാൽ കഴിയുന്ന നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് മൂല്യമായ ഒരു തുക നിങ്ങൾ നൽകുകയാണെങ്കിൽ അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ, അല്ലാഹുവേ ചെലവഴിക്കുന്ന ആളുകൾക്ക് പകരം നൽകണമേ അല്ലാഹ്. ദുനിയാവിൽ തന്നെ അല്ലാഹു പകരം നൽകുമെന്നതിൽ സംശയമില്ല. അതോടൊപ്പമാണ് അല്ലാഹു ആഖിറത്തിൽ പകരം നൽകുന്നത്. ഇനി ഭാരമെന്ന് കേൾക്കണോ? മൂന്നാമത്തെ നേട്ടം കേൾക്കണോ? അല്ലാഹുവിന്റെ മുത്ത് റസൂലുള്ളാഹ്. നിങ്ങളിവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇങ്ങനെ വേദങ്ങനെ പോവാണ്, നിങ്ങൾ ഇങ്ങനെ വണ്ടി നോക്കിയിരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? മൂന്നാമത്തെ നേട്ടം അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അസ്സദഖതു തദ്ഫഉ അൻ മൈതത്തിസ്സൂ. സദഖ നൽകിയാൽ ഈമാൻ സലാമത്തായി മരിക്കാം. ഈമാൻ സലാമത്തായി മരിക്കലാണല്ലോ നമ്മുടെ ലക്ഷ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈമാൻ സലാമത്തായി മരിക്കാനുള്ള എളുപ്പവഴി എന്താ? നന്നായി സദഖ നൽകലാണ്. സദഖ നൽകിയ ഈമാൻ സലാമത്തായി മരിക്കാം. സദഖ നൽകിയാൽ അല്ലാഹു ദീർഘായുസ്സ് നൽകുമെന്ന്, ബസ്തതൻ ഫിൽ ജിസ്ഖി, ഭക്ഷണത്തിൽ വിശാലത നൽകുമെന്നും ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹ്. ഖബറിടം പ്രകാശിപ്പിക്കപ്പെടുമെന്ന്. നരകത്തിലേക്ക് വീഴാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. തങ്ങൾ ഒരിക്കല് രാത്രി വന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സഹാബാക്കൾക്ക് ഇരിക്കാം, അല്ല നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ സ്വപ്നമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താണ് നബിയേ? ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാനൊരു കിനാവ് കണ്ടിട്ടുണ്ട്. എന്താണ് കിനാവ്? എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഞാൻ ഇന്നലെ രാത്രി കണ്ടു. എങ്ങനെ കണ്ടു എന്നറിയോ? നരകത്തിന്റെ വക്കിലാണ് അയാൾ. ഇത് നരകം, താഴെ നരകാണ്, മുകളിൽ ആ നരകത്തിലേക്ക് വീഴാൻ വേണ്ടി വക്കില് നിൽക്കുകയാണ്. നമ്മുടെ കോഴി ആലുമ കയറിയ പോലെ. കോഴി ആലുമ കയറി കണ്ടിട്ടുണ്ട് നിങ്ങൾ? കണ്ടിട്ടുണ്ടോ? കോഴി നമ്മളെ ആലുമ കയറിയാൽ അതൊന്ന് അങ്ങോട്ടാട് ഇങ്ങോട്ടാട്. അതേപോലെ നരകത്തിന്റെ വക്കില് നിൽക്കുകയാണ്. ഇപ്പൊ നരകത്തിന് വീഴും. അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരന്റെ സ്വപ്നം അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടപ്പോഴാണ്. തങ്ങൾ ഇങ്ങനെ വീക്ഷിക്കുന്നത് നരകത്തിലേക്ക് വീഴാൻ നിൽക്കുകയാണ്. നരകത്തിന്റെ തീനാളങ്ങൾ, നരകത്തിന്റെ തീജ്വാലകൾ, നരകത്തിന്റെ തീപ്പൊരികൾ ആ മനുഷ്യന്റെ കുപ്പായത്തിലേക്ക്, ശരീരത്തിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുമ്പോ ഇങ്ങനെ തടയുന്നുണ്ട്. ചൂടിങ്ങനെ തടയുന്നുണ്ട്, തീപ്പൊരികളെ തടയുന്നുണ്ട്, സ്പാർക്കുകളെ തടയുന്നുണ്ട്. അങ്ങനെ നരകത്തിലേക്ക് വീഴുമോ എന്ന് സംശയിക്കുമ്പോഴാണ് അവന്റെ സ്വതക്ക ഓടി വരുന്നത്. അവന്റെ സ്വതക്ക ഓടി വരുന്നത് ഇങ്ങനെ ഒരു പള്ളിയുടെ ആവശ്യം പറഞ്ഞപ്പോ, മദ്രസയുടെ ആവശ്യം പറഞ്ഞപ്പോ നന്നായി സ്വതക്ക ചെയ്ത ആളാണ്, പാവങ്ങളെ സഹായിച്ച ആളാണ്, കുടുംബക്കാരെ സഹായിച്ച ആളാണ്, അയൽവാസികളെ നാട്ടുകാരെ സഹായിച്ച ആളാണ്. അയാളാണ് നരകത്തിലേക്ക് വീഴാൻ നിൽക്കുന്നത്. അപ്പോഴാണ് സ്വതക്ക ഓടി വന്നിട്ട്
അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു മറയായി, ഒരു സ്ക്രീനായി ആ സ്വതക്ക നിൽക്കുകയും നരകത്തിൽ നിന്ന് അവനെ വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സ്വപ്നം ഇന്നലെ രാത്രി ഞാൻ കണ്ടു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെയാണ് നമുക്കിത് കൊടുത്താക്കാൻ നേട്ടം ഉണ്ടാവുക. ഞാൻ പിരിവ് നടക്കുന്നില്ല, ഞാൻ വിഷയം വന്നപ്പോ പറഞ്ഞതാണ്. കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. ദുനിയാവിലുള്ള നേട്ടങ്ങൾ ഒരുപാട്, ആഖിറത്തിലുള്ള നേട്ടങ്ങൾ ഒരുപാട്. കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. അല്ലാത്തവരോട് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർക്കാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നഷ്ടമില്ലാത്ത കച്ചവടം നൽകുന്നത്. 1 ഖുർആൻ ഓതുന്നവർ, 2 കൃത്യമായി നിസ്കരിക്കുന്നവർ, 3 പരിശുദ്ധ, 3 അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് നന്നായി ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ ദുനിയാവിലും അവർ വിജയികളാണ്, ആഖിറത്തിലും അവർ വിജയികളാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്. ഇനി കേൾക്കൂ എന്റെ സഹോദരിമാരെ, മക്കൾക്ക് പഠിപ്പിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളാണ് മക്കൾക്ക് കരുത്തു നൽകേണ്ടത്, നിങ്ങളാണ് മക്കൾക്ക് മനക്കരുത്തു നൽകേണ്ടത്. മഹാനായ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ പരിശുദ്ധമായ ദീനിന് നൽകിയ സംഭാവന മറക്കാൻ പറ്റാത്തതല്ലേ? മഹാനായ ജാഫർ റളിയല്ലാഹു അൻഹുവിനെ, സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ ഹബീബ് മുഅത്തത്ത് യുദ്ധത്തിലേക്ക് പറഞ്ഞേക്കുന്ന രംഗം ഉമ്മമാരെ നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? എന്റെ സഹോദരിമാരെ, നിങ്ങൾക്കിത് മറക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പള്ളിയിൽ ഇരുന്നിട്ട് സ്വഹാബാക്കളോട് പറയാണ്, ഞാനൊരു പട്ടാളത്തെ മുഅത്തത്തിന്റെ യുദ്ധത്തിലേക്ക്, മുഅത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് ഞാനൊരു പട്ടാളത്തെ പറഞ്ഞേക്കുന്നുണ്ട്. അതിന്റെ ക്യാപ്റ്റൻ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ആണ്. സയ്യിദ് മരിച്ചാൽ, സയ്യിദ് ലോകത്തോട് ഇവിടെ പറഞ്ഞാൽ, സയ്യിദ് ഷഹീദായാൽ പിന്നെ നിങ്ങളെ അബ്ദുള്ളയെയാണ് പതാക ഏൽപ്പിക്കേണ്ടത്. അബ്ദുള്ളയും ലോകത്തോട് ഇവിടെ പറഞ്ഞാൽ ജാഫർ ഇബ്നു അബീ ത്വാലിബിനെയാണ് പതാക ഏൽപ്പിക്കേണ്ടത്. ജാഫറും മരിച്ചാൽ നിങ്ങൾ ഇഷ്ടമുള്ള ഒരാളെ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൗത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് വലിയ ഒരു പട്ടാളത്തെ പറഞ്ഞേക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന സ്വഹാബാക്കൾക്കറിയാം സയ്യിദ് റളിയല്ലാഹു അൻഹു ഷഹീദാകുമെന്ന്. ഇത് കേൾക്കുന്ന ആർക്കറിയാം? സ്വഹാബാക്കൾക്കറിയാം മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഷഹീദാകുമെന്ന്. ഇത് കേൾക്കുന്ന പട്ടാളക്കാർക്കറിയാം ജാഫർ റളിയല്ലാഹു അൻഹു ഷഹീദാകുമെന്ന്. ഇത് കേൾക്കുന്ന സയ്യിദിനും അബ്ദുള്ളയ്ക്കും ജാഫറിനും അറിയാം ഞങ്ങളെ 3 പേരും യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഷഹീദാകുമെന്നറിയാം. നബി തങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ്? സയ്യിദ് മരിച്ചാൽ അബ്ദുള്ളയെ ഏൽപ്പിക്കണം, അബ്ദുള്ള മരിച്ചാൽ ജാഫറിനെ ഏൽപ്പിക്കണം, ജാഫർ മരിച്ചാൽ നിങ്ങളൊരു നേതാവിനെ തെരഞ്ഞെടുക്കണമെന്നാണ്. ഈ 3 പേര് മരിക്കുമെന്ന് ഇവർക്കറിയാം, ഇവരുടെ ഭാര്യമാർക്കറിയാം, ഇവരുടെ മക്കൾക്കറിയാം, സഹാബാക്കൾക്കറിയാം. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി സഹാബാക്കൾ ഒരുങ്ങുമ്പോഴാണ് മഹാനായ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയോട് അവസാനമായി സലാം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അവസാനമായി ചുടുചുംബനം നൽകുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയോട് സലാം പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അതൊന്നുമല്ല വിഷയം, പറക്കമുറ്റാത്ത രക്തം പൊട്ടും തിരിയാത്ത 2 പിഞ്ചു പൈതങ്ങള് മഹാനായ ജാഫർ ഇബ്നു അബീ ത്വാലിബിന്റെ വീട്ടിലുണ്ട്. ആ മക്കളുടെ കവിൾത്തടങ്ങളിലേക്ക് മുഖം ചേർത്ത് വെച്ചിട്ട് മഹാനായ ജാഫറിനറിയാം ഇനി ഒരു തവണ ഞാൻ എന്റെ മക്കളെ കാണാൻ വരൂല, എന്റെ കരളിന്റെ കഷ്ണമായ മക്കളെ, എന്റെ ജീവിതത്തിന്റെ പാതിയായ എന്റെ പത്നിയെ ഇനി ഒരു തവണ കാണാൻ ഞാൻ വരൂല എന്നറിയാം. എന്നിട്ടും ജാഫർ റളിയല്ലാഹു അൻഹു മനോധൈര്യത്തോടെ, മനക്കരുത്തോടെ തന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട്, തന്റെ മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകി കവിൾത്തടങ്ങളിൽ ഒന്ന് വെച്ചിട്ട് അവസാനമായി സലാം പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ടു പോവുകയാണ്. അവസാനത്തെ അത്താഴം നൽകുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മഹാനായ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ. പറഞ്ഞതുപോലെ ഭാര്യയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തടങ്ങളിട്ട് വീണു. ഇനി എപ്പോഴാണ് ഭർത്താവ് തിരിച്ചു വരിക? ഭർത്താവ് തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ് ഭാര്യ. എന്റെ പിതാവ് തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ് പിഞ്ചു പൈതങ്ങള്. രണാങ്കണത്തിന്റെ രണാങ്കണത്തിലേക്ക്, മൗത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് മഹാനായ
സയ്യിദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാ തങ്ങളും ജാഫർ തങ്ങളും വളരെ ധീരമായി പോരാടി നബി തങ്ങളെ പറഞ്ഞതുപോലെ സയ്യിദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ വീണ് പിടഞ്ഞു മരിച്ചപ്പോ മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ഇസ്ലാമിന്റെ പതാക കയ്യിൽ പിടിച്ചിട്ട് ധീരമായി യുദ്ധം ചെയ്യുകയാണ്. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലെ വളരെ ദൂരമായി കൊല ചെയ്യപ്പെട്ട് ഷഹീദായപ്പോ മഹാനായ ജാഫർ തങ്ങൾ ഓടി വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇസ്ലാമിന്റെ പതാക കയ്യിൽ പിടിച്ചിട്ട് ധീരമായി യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോഴാണ് വലത് കൈയിലേക്ക് വെട്ടേൽക്കുന്നത്. പതാക നിലത്തേക്ക് വീഴുമ്പോഴാണ് അദ്ദേഹം വലത് കൈയിലുള്ള പതാക ഇടത് കൈയിൽ പിടിച്ചിട്ട് തന്റെ തൂങ്ങിക്കൊണ്ടിരിക്കുന്ന കൈ ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ കാല് കൊണ്ട് തൂങ്ങിക്കിടക്കുന്ന കൈകളെ വലിച്ചെടുത്തിട്ട് ഇടത് കൈയിൽ പതാക പിടിച്ചിട്ട് യുദ്ധം ചെയ്യുന്നത്. ഇടത് കൈയിൽ മുറിഞ്ഞു. രണ്ട് കൈകൾ കൊണ്ട് തന്റെ തോളുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ പതാക മുറുകെ പിടിച്ചിട്ട് 70ഓളം വെട്ടുകളും കുത്തുകളും കുതുകങ്ങൾ കൊണ്ടുള്ള അമ്പുകൾ കൊണ്ടുള്ള അസ്ത്രങ്ങൾ കൊണ്ടുള്ള വാളുകൾ കൊണ്ടുള്ള ക്രൂരമായ വെട്ടുകളും കുത്തുകളുമേറ്റ് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞുകൊണ്ട് മരിച്ചു. പിറ്റേ ദിവസം സുബഹിക്കാൻ നബി തങ്ങൾക്ക് വാർത്ത ലഭിക്കുന്നത് എന്റെ ജഅഫർ പോയിട്ടുണ്ട്, എന്റെ സയ്യിദ് മരിച്ചിട്ടുണ്ട്, എന്റെ അബ്ദുല്ല മരിച്ചിട്ടുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരുമിച്ച് കൂടിയ സ്വഹാബാക്കളെയൊക്കെ അടുത്ത് വിളിച്ചിട്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിറയാർന്ന കണ്ണുകളുമായി വേദനിക്കുന്ന മനസ്സുമായി സ്വഹാബാക്കളോട് പറഞ്ഞു, എന്റെ സ്വഹാബാ സയ്യിദ് ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്, അബ്ദുല്ല ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്, എന്റെ ജഅഫറും ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് എന്ന് നിറയുന്ന കണ്ണുമായി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ വിഷമത്തോടെയാണ് ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. എന്നിട്ട് എങ്ങനെയാണ് ഇവരുടെ ഭാഗ്യമാരെ ഇവരുടെ മക്കളെ സമാശ്വസിപ്പിക്കുക, എങ്ങനെയാണ് ഇവരുടെ മക്കളെ ഒന്ന് സമാധാനിപ്പിക്കുക, എന്ത് സമാധാനമാണ് പറയുക എന്ന് വിചാരിച്ച് അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്നിറങ്ങി ജഅഫറിന്റെ വീട്ടിലേക്ക് പോയി അസ്മാ ബീവി റളിയല്ലാഹു അൻഹയെ വിളിക്കുകയാണ്. അസ്മാ എന്ന് വിളിച്ചിട്ട് ആ വീട്ടിന്റെ വെത്തലങ്ങളിലേക്ക് കയറിയപ്പോഴാണ് പിഞ്ചു പൈതങ്ങൾ ഓടി വരുന്നത്. നബി തങ്ങളുടെ സമീപത്തേക്ക് പിഞ്ചു പൈതങ്ങൾ ഓടി വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹ് ആ പിഞ്ചു പൈതങ്ങളുടെ തലയിലൂടെ മുടിയിലൂടെ തന്റെ വിരലുകൾ ചലിപ്പിച്ചിട്ട് തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകിയിരിക്കുകയാണ്. മഹദിയായ അസ്മാ ബീവി തന്റെ പിതാവ് തന്റെ ഭർത്താവായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വരുമെന്ന പ്രതീക്ഷയോടെ ചപ്പാത്തി കുടിച്ചിട്ടുണ്ട്, ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരാൾക്കുള്ള ഭക്ഷണം കൂടുതൽ കരുതിയിട്ടുണ്ട്. മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ ആ മക്കൾ തന്റെ ഉപ്പ വരുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് വളരെ വേദനിച്ച മനസ്സുമായി നിറഞ്ഞ കണ്ണുമായി മുത്തു നബി തങ്ങള് ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. മക്കളെ കണ്ടപ്പോ നബി തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ ഹബീബിനെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ ഹബീബ് ആ പിഞ്ചു പൈതങ്ങളെ മാറോട് ചേർത്തിട്ട് അവരുടെ തലയിലൂടെ വിരലുകൾ കൊണ്ട് തലയോടിയിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒറ്റിയിട്ട് വീഴുമ്പോഴാണ് അസ്മാ ബീവി ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് എന്ത് പറ്റി നബിയേ, എന്ത് പറ്റി നബിയേ, എന്റെ ഭർത്താവിന് എന്ത് പറ്റി നബിയേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, നിന്റെ ഭർത്താവ് മരിച്ചു പോയി അസ്മാ, നിന്റെ ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞു പോയി അസ്മാ, ഷഹീദായി അസ്മാ എന്ന് പറയുമ്പോ ഉമ്മമാരെ ആ പെണ്ണെങ്ങനെയാണ് ഇതിന് നേരിട്ടത്? എങ്ങനെയാണൊരു പ്രതിസന്ധി വരുമ്പോൾ ഉമ്മമാര് നേരിടേണ്ടത്? എങ്ങനെയാണൊരു പ്രശ്നം വരുമ്പോൾ വീട്ടിലുള്ള ഭരണാധികാരിയായ ഉമ്മമാർ ആ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്? അത് പഠിപ്പിക്കാനാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. മഹദിയായ അസ്മാ ബീവി പറഞ്ഞത് കരഞ്ഞില്ല, തളർന്നില്ല, ബോധം കെട്ട് നിലത്ത് വീണില്ല. അസ്മാ ബീവി പറഞ്ഞത്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായതിൽ നബിയേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ ഇടരാത്ത പാദത്തോടെ ചിതരാത്ത ചിത്തത്തോടെ മനക്കരുത്തോടെ എനിക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞ മഹദിയായ അസ്മാ ബീവി ഇനി കേൾക്കണോ? ഖാദിസിയ യുദ്ധത്തിലേക്ക് തന്റെ 4 മക്കളെ പറഞ്ഞേക്കുകയാണ് ഹംസ എന്ന് പറയുന്ന പെണ്ണ്. ഇവരെയാണ് നമ്മൾ പഠിക്കേണ്ടത്. സിനിമ നടിമാരെല്ലാം നമ്മുടെ റോൾ മോഡല്, അതുപോലെ തന്നെ സെലിബ്രിറ്റികളെല്ലാം നമ്മുടെ റോൾ മോഡല്, സീരിയൽ
സീരിയൽ നടിമാരല്ല നമ്മൾ മാതൃകയാക്കേണ്ടത്. ആരെയാണ് പെണ്ണെ നമ്മൾ മാതൃകയാക്കേണ്ടത്? മദ്രസകളിലേക്ക് പഠിക്കാനേക്കുന്ന മക്കളെ ഉസ്താദുമാരടിച്ചാൽ നിങ്ങൾ പ്രശ്നമാക്കാറുണ്ട്. മദ്രസകളിലേക്ക് പഠിക്കാൻ പറഞ്ഞേക്കുന്ന മക്കളെ ഉസ്താദുമാരെന്ന് കണ്ണുരുട്ടിയാൽ നിങ്ങൾ ദേഷ്യപ്പെടാറുണ്ട്. എന്നാൽ നിങ്ങൾ കേൾക്കണോ, 4 ആൺമക്കളെയാണ് ആദിയായ ഹൻസ ബീവി റളിയല്ലാഹു അൻഹാ വളരെ സൂക്ഷ്മതയോടെ കരുതലോടെ പോറ്റി വളർത്തുന്നത്. എന്നിട്ട് ഖാദിസിയ്യ യുദ്ധത്തിലേക്ക് പറഞ്ഞേക്കുമ്പോ മക്കളോട് പറഞ്ഞത്, നിങ്ങളുടെ ഉപ്പ നല്ല ഉപ്പയായിരുന്നു, നിങ്ങളുടെ പിതാവ് നല്ല പിതാവായിരുന്നു, അതുകൊണ്ട് പേടിക്കാതെ പിന്തിരിയാതെ അല്ലാഹുവിന്റെ ധർമ്മസമരത്തിൽ ധൈര്യമായി യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധത്തിലേക്ക് ഇറങ്ങിയിട്ട് 4 മക്കളും ഒന്നിച്ചിട്ട് ഖാദിസിയ്യ എന്ന് പറയുന്ന യുദ്ധത്തിൽ വളരെ ധീരമായി അല്ലാഹുവിന്റെ ലോകത്തേക്ക് ഷഹീദായി രക്തം ശരീരത്തിൽ നിന്ന് ചുറ്റി വീണിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ട്